സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ലയപ്പ, ഹല്ലേലൂയ. നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവെ, നീ ഉണ്ടാക്കിയ ദിവസം ഞങ്ങൾക്ക് നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പാ, ഈ ആരംഭ സമയം അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, നീ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കടന്നു വരുന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, സ്തോത്രം. കർത്താവെ, ഓരോരുത്തരെയും നീ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ, ഞങ്ങൾ നിന്നെ പാടി ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ, സ്തോത്രം. കർത്താവെ, നമ്മുടെ കൃപകൾ ഞങ്ങളുടെ മേൽ പകരണമേ. അപ്പാ, വചന ശുശ്രൂഷകളുടെ മേൽ അവിടുത്തെ ആത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയെല്ലാം നന്മകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്നെയെല്ലാം നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ചേർത്ത് പാടാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി
വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ. ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ട സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. തോട്ടിലെ വെള്ളം വറ്റിയാലും കപ്പലിൻ വരവ് നിന്നിടിലും. സാരാഫത്തോരുക്കി ഏരിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും. സാരാഫത്തോരുക്കി ഏരിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണമർന്നു പോയാലും എങ്ങാതേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എന്നാഥൻ
കാത്തിടും വെൻപ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ എങ്കാന്തൻ കാത്തിടും വെൻപ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ എൻ പ്രിയൻ ബാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്യനായി സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്യനായി പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടത അനവധി വന്നിടിലും എൻകാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ എൻകാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ. നമുക്ക് തുടർന്നും ദൈവത്തെ പാടി ആരാധിക്കാം. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ എന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ സന്തോഷത്തോടെ വന്നു കൂടുവിൻ സംഗീതത്തോടെ സ്തുതി പാടുവിൻ സന്തോഷത്തോടെ വന്നു കൂടുവിൻ സംഗീതത്തോടെ സ്തുതി പാടുവിൻ അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതിയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതിയെന്നുമുള്ളത് ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ അവൻ നമുക്കുള്ളവൻ നാം അവനുള്ളവൻ അവനെ വാഴ്ത്തിയിടുവിൻ അവൻ നമുക്കുള്ളവൻ നാം അവനുള്ളവർ അവനെ വാഴ്ത്തിയിടുവിൻ അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതിയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതിയെന്നുമുള്ളത് ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ
അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ആമേൻ. തുടർന്ന് നമുക്ക് ഗാനം ശുശ്രൂഷിക്കാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇത് നല്ലൊരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഗാനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് മനോഹരമാണ്. സ്തോത്രത്തോടും സ്തുതികളോടും കൂടി അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. കർത്താവിനെ നമുക്ക് ആത്മാവിലും സത്യത്തിലും പാടി ആരാധിക്കാം. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും, ബലപ്പെടുത്തും. പുതിയ കൃപകൾ നമ്മുടെ മേൽ പകരും, പുതിയ ശക്തി നമുക്ക് നൽകും. കർത്താവിനെ പാടി ആരാധിക്കുന്നതിനായി പ്രിയ ദൈവത്തിൻ്റെ ദാസനെ ക്ഷണിക്കും. എന്നെ നടത്തും അപ്പൊന്നുമോ ഒരു നാളിലും കുറവിട്ടില്ല. എന്നെ നടത്തും അപ്പൊന്നുമോ ഒരു നാളിലും കുറവിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാവലിക്കുണ്ടേ, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാവലിക്കുണ്ടേ, ഒരു നാളും
ബന്ധമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുതബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നടത്തിയതാൽ. പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നേരക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോയില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ടേ. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ടേ. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാവിടമുണ്ടേ. കൂടുതലും യേശുവിൻ മാവ്. എൻ തല ചായിപ്പാൻ ഒരു മാവിടമുണ്ടേ. കൂടുതലും യേശുവിൻ മാവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും
നമുക്ക് ഒരു നിമിഷം കൂടി നമ്മുടെ തലകൾ മടക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവെ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 2 or 3 പേർ നിന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന വാക്ക് പറഞ്ഞ നല്ല അപ്പ, ഹല്ലേലൂയ. അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഈ സമയം അത്രയും നിങ്ങളോട് കൂടി ഇരുന്നതിന് നന്ദി കർത്താവെ. തുടർന്നുള്ള സമയം കർത്താവെ, അങ്ങയുടെ ജീവന്റെ വചനങ്ങൾ കർത്താവെ ഞങ്ങളെ നീ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇറങ്ങി വരണമേ, ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ, ഹല്ലേലൂയ. ഞങ്ങളെ ഈ രാത്രി അവിടെ കഴുകുന്ന രാത്രിയാക്കി മാറ്റണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന രാത്രിയാക്കി മാറ്റണമേ, ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്ന രാത്രിയാക്കി മാറ്റണമേ. സ്വർഗമേ, ഞങ്ങളെ സന്ദർശിക്കുവാൻ അവിടെ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, നിന്റെ ആത്മാവ് ചന്തമായി ഞങ്ങളോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളെ ജീവിപ്പിക്കുന്നവരെ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുള്ള നിർമ്മഴക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയൽക്കായി ജീവൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ, ആമേൻ. എന്റെ നല്ല ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ നല്ല ദൈവം എന്റെ കൂടെയുണ്ട്. മാറാതെ തളരാതെ എന്നെ പാലിച്ചിടാം, മാറാതെ തളരാതെ എന്നെ പാലിച്ചിടാം. എന്റെ നല്ല ദൈവം എന്റെ കൂടെയുണ്ട്, മാറാതെ തളരാതെ എന്നെ പാലിച്ചിടാം, മാറാതെ തളരാതെ എന്നെ പാലിച്ചിടാം. എന്റെ നല്ല ദൈവം എന്റെ കൂടെയുണ്ട്, മാറാതെ തളരാതെ എന്നെ പാലിച്ചിടാം, മാറാതെ തളരാതെ എന്നെ പാലിച്ചിടാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ മാസവും കർത്താവിന്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽപ്പാൻ ബലഹീനായ അടിയന് കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചായിരുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവരാജ്യം. സ്വർഗരാജ്യം തികച്ചും ഒരു യഥാർത്ഥമാണ് എന്ന് നാം കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു വരികയായിരുന്നു. ഇന്ന് സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വചന അനുസൃതമുള്ള ജീവിതം എന്നതിനെ കുറിച്ച് അല്പസമയം ചിന്തിക്കാമെന്ന് കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയാണ്. വചനാനുസൃതമുള്ള ജീവിതം എന്താണ് പ്രിയപ്പെട്ടവരെ? വചനാനുസരണമുള്ള ജീവിതം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. If you remain in me and my words remain in you, ask whatever you wish and it will be given you. This is to my Father's glory, that you bear much fruit, showing yourselves to be my disciples. As the Father has loved me, so have I loved you. Now remain in my love. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് വായിച്ചു കേട്ടത്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹമാണ് നാം എന്തിച്ഛിക്കുന്നത് ദൈവത്തോട് ചോദിച്ചാൽ അത് നമുക്ക് ലഭിക്കണമെന്ന്. അതിന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വഴിയുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. എന്താണ് നിങ്ങൾ എന്നിലും എന്ന് പറഞ്ഞാൽ? അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ ഹൃദയത്തിനുള്ളിൽ വസിക്കുവാൻ കഴിയുമോ? നമ്മുടെ ഉള്ളിൽ വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കും.
നാം നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ അവൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങി വരും. അവനെ സ്വീകരിച്ചാൽ, യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിനുള്ളിലേക്ക് സ്വീകരിച്ചാൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യും. എന്നാൽ നിങ്ങൾ എന്നിലും, അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. അതിന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വേണ്ടത്. എന്റെ യേശുവിന്റെ ഹൃദയവിധ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നീതിപ്രസംഗിയായ നോഹ വർഷങ്ങളോളം അവരോട് പ്രസംഗിച്ച് പറഞ്ഞു, ഇതാ പെട്ടകം തീർത്തിരിക്കുന്നു, ആ പെട്ടകത്തിനുള്ളിൽ വന്ന് പ്രവേശിപ്പിച്ചെന്ന്. എന്നാൽ മനുഷ്യരാരും ആ വാക്ക് ചെവിക്കൊണ്ടില്ല. എന്നാൽ അവിടുത്തെ എട്ടും പൊട്ടും തിരിയാത്ത മൃഗങ്ങൾ, പക്ഷിജാലങ്ങൾ, ഇവയെല്ലാം ആ പെട്ടകത്തിനുള്ളിൽ കയറി. കർത്താവ് സമയമായപ്പോൾ പെട്ടകത്തിന്റെ വാതിലടച്ചു. നോഹയും തന്റെ പുത്രന്മാരും മാത്രം ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ പെട്ടകത്തിന്റെ ഒരു പ്രതീകമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട വിലാവ്. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഹൃദയത്തിനുള്ളിലേക്ക് ഏതൊരു കൊടുക്രൂര പാപിക്കും കടന്നു ചെല്ലാം. ആ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് യേശു ക്ഷണിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കാനെന്ന്. ഏത് പാപിക്കും എപ്പോഴും ഓടിച്ചെല്ലാവുന്ന ഒരു ഒളിവിടം. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, അന്നാളിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറക്കും. ഹല്ലേലൂയ. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ഹല്ലേലൂയ. അവിടെ ഒരു തുറക്കപ്പെട്ട വിലാവുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തുറക്കപ്പെട്ട വിലാവിനുള്ളിൽ നിനക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. നീ എത്ര കൊടുങ്ക്രൂര പാപിയാണെങ്കിലും, ഹല്ലേലൂയ, നിനക്ക് ആ ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശനം തരാമെന്ന് യേശു പറയുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. അതെ പ്രിയപ്പെട്ടവരെ, നാം ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ നാം അവന്റെ ഹൃദയത്തിനുള്ളിലാകണം, അല്ലെങ്കിൽ അവന്റെ വചനം നമ്മുടെ ഉള്ളിലാകണം. ഹല്ലേലൂയ. ഇന്ന് ഈ രണ്ട് അനുഭവങ്ങൾ നമുക്ക് പ്രാപിച്ചുകൊണ്ട് വേണം മടങ്ങിപ്പോവാൻ. ഒന്ന്, നാം വിശ്വാസത്താൽ യേശുവിന്റെ ഹൃദയത്തിനുള്ളിലാവണം, അല്ലെങ്കിൽ അവന്റെ വചനം നമ്മുടെ ഉള്ളിലാകണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശിഷ്യന്മാരാകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്ന്. അതേ, ഫലം കായ്ക്കുക. എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ ഫലങ്ങൾ? 9 കൂട്ടം ഫലങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിൽ ആദ്യത്തെ 3 കൂട്ടം ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ഇവ 3ഉം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഫലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. ഹല്ലേലൂയ. സന്തോഷം, ദൈവികമായ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവികമായ സന്തോഷം എന്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. സമാധാനം, ദൈവത്തോട് സമാധാനം. അവന്റെ പുത്രൻ മൂലം നമുക്ക് പിതാവാം ദൈവത്തോട് സമാധാനമുണ്ട്. അവന്റെ രക്തത്താൽ, അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു യേശുവിന്റെ രക്തം എനിക്ക് ദൈവവുമായിട്ടുള്ള സമാധാനം നൽകുമെന്ന്? ഹല്ലേലൂയ. അപ്രകാരം ഫലം കായ്ക്കുമെങ്കിൽ നമുക്ക് അവന്റെ ശിഷ്യന്മാരായി തീരുവാൻ സാധിക്കുമെന്ന്. 3 നാം വായിച്ചു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിനെന്ന് യേശു പറയുകയാണ്. യേശുവിനെ പിതാവാം ദൈവം സ്നേഹിച്ചതുപോലെ യേശു നമ്മയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്നെ അവന്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആർക്കും നിന്നോട് സ്നേഹമില്ല എന്ന് ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ നിന്നെ സ്നേഹിക്കുന്നവനായ ഒരു യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മനുഷ്യർക്കാർക്കും സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രകൃതമായിരിക്കില്ല നിന്റേത്. നീ ചിലപ്പോൾ ഒരു മദ്യപാനി ആയിരിക്കാം, നീ മയക്കുമരുന്നിന് അടിമപ്പെട്ടവനായിരിക്കാം, നീ ഒരു സുബോധമില്ലാത്ത നടക്കുന്നവനായിരിക്കാം, നീ ഒരു അശുദ്ധനായിരിക്കാം. ഹല്ലേലൂയ. നിന്നെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും സ്നേഹമില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ പിതാവാം ദൈവം യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവൻ നിന്റെ സ്നേഹമാണെന്ന്. ഹല്ലേലൂയ. അവന്റെ വചനം, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നാം പാടാറുണ്ട് പ്രിയപ്പെട്ടവരെ. ഏതാണ് നാം പാടാറുള്ളത്? നിങ്ങൾ എന്നിലും എൻ വചനം
നിങ്ങൾക്കുള്ളിലും വാസം ചെയ്യിൽ യാചനകൾ സാധ്യമായിടും. നിങ്ങളെന്നിലും എൻ വചനം നിങ്ങൾക്കുള്ളിലും വാസം ചെയ്യിൽ യാചനകൾ സാധ്യമായിടും. എന്നോടു ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? പാപക്കെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ? എന്നോടു ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? പാപക്കെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ? പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം. തടുത്തു വെച്ച ഒടുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. ഇന്നുവരെ നാമത്തിൽ ചോദിച്ചില്ലല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. എന്നുവരെ നാമത്തിൽ ചോദിച്ചില്ലല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. പ്രിയപ്പെട്ടവരെ, നാം കേട്ടു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വാസം ചെയ്താൽ യാചനകൾ സാധ്യമായിടുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. And my God will meet all your needs according to His glorious riches in Christ Jesus. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ, ദാരിദ്ര്യത്താൽ വലയുന്നവർ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, അനേക കഷ്ടനഷ്ടങ്ങളാൽ നെടുവീർപ്പിട്ട് ഭവനങ്ങളിലായിരിക്കുന്നവർ ഉണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന, ഞങ്ങളെ ഓൺലൈൻ വഴിയായി ശബ്ദം കേൾക്കുന്നവരുടെ മേൽ നിങ്ങൾക്കൊരു വാഗ്ദത്തം കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്തം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. എൻ്റെ ദൈവമോ, ഹല്ലേലൂയ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിങ്കൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് ഇന്ന് മനോഹരമായ ഒരു വാഗ്ദത്തം സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിങ്കൽ പൂർണ്ണമായി തീർത്തു തരുന്നവനായ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവൻ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോടെ ക്രിസ്തുയേശുവിങ്കൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. ഹല്ലേലൂയ. മനോഹരമായ സത്വാർത്തമാനം
അവൻ നമ്മെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഓ ഹല്ലേലൂയ, തന്റെ മഹത്വത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം ഹല്ലേലൂയ അവന്റെ മഹത്വം നിന്റെ മേൽ പകരുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, എത്ര പേർക്ക് കൊതിയുണ്ട് ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങണമെന്ന്. ഹല്ലേലൂയ, അവന്റെ തേജസ് നിന്റെ മേൽ പകരണമെന്ന്. ഹല്ലേലൂയ, അവൻ ഈ സമയം നമ്മുടെ മേൽ അവൻ തന്റെ ആത്മാവിനെ പകരുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, തന്റെ തേജസ് അവൻ പകരുകയാണ്, തന്റെ മഹത്വം ഹല്ലേലൂയ, തന്റെ ധനം ഹല്ലേലൂയ നമ്മുടെ മേൽ തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഐശ്വര്യവും സമ്പത്തും നമ്മുടെ കൂടാരങ്ങളിൽ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ, ഓ ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാണ് കർത്താവേ. സാമ്പത്തികമായിട്ടെല്ലാം കർത്താവെ ഉയർച്ചകൾ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, കർത്താവെ ചില തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, സാമ്പത്തികമായി ഹല്ലേലൂയ ചില സ്തോത്രം, ചില ഉയർച്ചകൾ ഹല്ലേലൂയ ഈ മാസങ്ങളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ചില ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ചില കടബാധ്യതകൾ നിന്നെ വിട്ട് നീങ്ങുന്ന മാസമായി മാറട്ടെ. ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഓ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, തുടർന്ന് നമുക്ക് വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ് യെശയ്യാവ് പറയുന്നത്? സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് വചനം അയക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് വെറുതെ മടങ്ങി ചെല്ലുകയില്ല അവന്റെ അരികിലേക്ക്. ഹല്ലേലൂയ, ഓ ഇന്ന് ഈ വചനം യെശയ്യാ പ്രവാചകന്റെ നാവിൽ കൂടി സംസാരിക്കുകയാണ്. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ഹല്ലേലൂയ, എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നുണ്ട്, ഇതാ ഹിമവും ആകാശത്തു നിന്ന് പെയ്യുന്നു, അത് തിരിച്ച് ആകാശത്തേക്ക് മടങ്ങുന്നില്ല. ഹല്ലേലൂയ, തിന്മാൻ ആഹാരവും ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് മഴ നൽകുകയാണ്. ഹല്ലേലൂയ, അനുഗ്രഹീതമായ മഴ അവൻ നൽകി. ഹല്ലേലൂയ, ഹിമം അവൻ നൽകുന്നു. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതുപോലെ ദൈവം പറയുകയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കുമെന്ന്. ഹല്ലേലൂയ, അത് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന്. അതെ, അവന്റെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നിനക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് വെറുതെ അവന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുകയില്ല. ഹല്ലേലൂയ, അത് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും. ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നിൽ നിവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഹല്ലേലൂയ, നിന്റെ വചനം ഞങ്ങൾക്ക് എത്രയോ നാളുകളായി തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, വചനമായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്നു, വചനമായിട്ട് ഞങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, നിന്നെ ശക്തീകരിക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ, അവന്റെ വചനം തീയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി. ഹല്ലേലൂയ, ഈ ഭൂമി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഈ വചനത്തിന് മുമ്പിലേക്ക് വരൂ. ഹല്ലേലൂയ, അവന്റെ വചനം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ബൈബിൾ, ഹല്ലേലൂയ, ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഓ അതിലൊലിക്കുന്ന ഓരോ വചനത്തിന്റെയും ശക്തി. ഹല്ലേലൂയ, അത് വെറുതെ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ, വചനത്തിന്റെ ശക്തി നിന്നെ ശക്തീകരിക്കും. വചനം ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, നിന്നെ തൊടുകയാണ്, നിന്റെ ക്ഷീണങ്ങൾ മാറുകയാണ്, നിന്റെ തളർച്ചകൾ മാറുകയാണ്. ഹല്ലേലൂയ, നിനക്ക് പുതിയ ബലം അവൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നിന്റെ വാട്ടം മാലിന്യമെല്ലാം മാറുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന്. As the rain and the snow come down from heaven and do not return to it without watering the earth and making it bud and flourish, so that it yields seeds for the sower and bread for the eater, so is my word that goes out from my mouth. It will not return to me empty, but will accomplish what I desire and achieve the purpose for
which I send it. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം, ഹല്ലേലൂയ. യേശുവിന്റെ ഒരു സ്പർശം, ഹല്ലേലൂയ. യേശുവിന്റെ വാക്കുകൾ എല്ലാം ഉറപ്പ് നൽകുന്നവയും വലിയ സമാധാനം നൽകുന്നവയുമാണ് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം നിന്നെ രൂപാന്തരപ്പെടുത്തും, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നിന്നെ മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ഒരു നിമിഷം നീ അനുഭവിച്ചാൽ, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ഈ സമയം, ഹല്ലേലൂയ, നീ കൊതിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, യേശുവേ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം, ഹല്ലേലൂയ. യേശുവിന്റെ അരികിലായിരിക്കുന്ന അനുഭവം, ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം, ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യവും അവന്റെ ശബ്ദവും നിനക്ക് അനുഭവിക്കാം, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ മധ്യത്തിൽ മുഴങ്ങുകയാണ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് മുഴങ്ങുകയാണ്, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം നീ കേൾക്കാറുണ്ടോ? യേശുവിന്റെ സാന്നിധ്യം നീ വ്യക്തിപരമായി അനുഭവിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഓ, യേശുവിന്റെ സാന്നിധ്യവും യേശുവിന്റെ ശബ്ദവും നിന്നെ മാറ്റിമറിക്കും, ഹല്ലേലൂയ. കൂടാതെ യേശുവിന്റെ സ്പർശം, ഹല്ലേലൂയ, നീ യേശുവിന്റെ സ്പർശം നീ അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഹല്ലേലൂയ. മരിച്ചു മൺമറഞ്ഞു പോയവനല്ല നമ്മുടെ യേശു, ഹല്ലേലൂയ. അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഹല്ലേലൂയ. ഈ 5 വൻകരകളിലും, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ഓ, ഹല്ലേലൂയ, ഓ, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിൽ പകരും, ഹല്ലേലൂയ. അവന്റെ ശബ്ദം നീ കേൾക്കുക, അവന്റെ സ്പർശനം നീ അനുഭവിക്കുക, ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. യേശുവിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, എല്ലാം നമുക്ക് ഉറപ്പ് നൽകുന്നവയും വലിയ സമാധാനം നൽകുന്നവയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഒരു ഉറപ്പ്, ഹല്ലേലൂയ. അവന്റെ വാക്കുകളാണ്, ഞാൻ ഇതാ പോകുന്നു, ഹല്ലേലൂയ, ഞാൻ ഇതാ പോകുന്നു, എന്റെ പിതാവിന്റെ അരികിലേക്ക് പോകുന്നു, എന്റെ രാജ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം തികച്ചും യഥാർത്ഥമാണെന്ന് അവൻ നിങ്ങളെ അറിയിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കൂടാതെ യേശു വീണ്ടും പറയുന്നു, എന്റെ രാജ്യം ഇതാ ഒരുങ്ങി കഴിഞ്ഞുവെന്ന്, ഹല്ലേലൂയ. തന്റെ മക്കളെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും വരുമെന്ന്, ഹല്ലേലൂയ. അധിക താമസമില്ലാമെന്ന് യേശു അറിയിക്കുന്നു, ഹല്ലേലൂയ. വീണ്ടും യേശു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ, ഹല്ലേലൂയ. നിങ്ങളുടെ അവിശ്വാസങ്ങൾ മാറട്ടെ, ഹല്ലേലൂയ. എന്നിലുള്ള അവിശ്വാസങ്ങൾ മാറ്റുവിനെന്ന് യേശു പറയുന്നു, പ്രിയപ്പെട്ടവരെ. ഓ, അവിശ്വാസങ്ങളെല്ലാം കത്തി മാറിപ്പോകട്ടെ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പ്രിയപ്പെട്ടവരെ നാം വായിക്കാറുണ്ട്, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം ഇന്ന് വർദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യേശു 3 കൂട്ടം കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു, ഹല്ലേലൂയ. 1, ദൈവരാജ്യം തികച്ചും യഥാർത്ഥമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. 2, എന്റെ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ, ഞാൻ വരാറായി എന്നവൻ അറിയിക്കുന്നു. 3, നമ്മുടെ അവിശ്വാസം നീക്കുവിനെന്ന് ദൈവജനത്തോട് അറിയിക്കുവാൻ, ഹല്ലേലൂയ. ദൈവജനങ്ങൾ പലപ്പോഴും അവിശ്വാസത്തിലാവുന്നു, പ്രിയപ്പെട്ടവരെ. അവിശ്വാസം മാറിപ്പോകട്ടെ എന്ന് യേശു പറയുന്നു, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം സങ്കീർത്തന പുസ്തകം 139 സങ്കീർത്തനം. 139 സങ്കീർത്തനം 14 16 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 139 സങ്കീർത്തനം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സങ്കീർത്തനക്കാരൻ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കാണുകയാണ്, എന്നെ സ്വർഗത്തിലെ ദൈവം ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കി, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കി, നിങ്ങളുടെ ആത്മാവിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഭയങ്കരവും അതിശയവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാൽ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിനെന്ന്. വീണ്ടും നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു എന്ന്. അതെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്.
അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടവനായ ദൈവം, ഹല്ലേലൂയ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല എന്ന്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നു എന്ന്? ഹല്ലേലൂയ. നിയമിക്കപ്പെട്ട നാളുകളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന്. ഹല്ലേലൂയ. എല്ലാം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മെ കുറിച്ച് നാം ജനിച്ച നാൾ മുതൽ ഈ ഭൂമിയിൽ നമ്മുടെ മരണം വരെയും അല്ല, തുടർന്ന് നിത്യത മുഴുവനോളം നമ്മെ അറിയുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. പിതാവാം ദൈവം നമ്മെ അറിയുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ടു. ഹല്ലേലൂയ. I praise you because I am fearfully and wonderful. I know that full well. My frame was not hidden from you when I was made in the secret place, when I was woven together in the depths of the earth. Your eyes saw my unformed googly. All the days ordained for me were written in your book before one of them came to be me. അതെ, നിന്റെ കണ്ണ് എല്ലാം കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നുവെന്ന്. അതെ, പുസ്തകത്തിൽ എഴുതിയിരുന്നവനായ ദൈവം. ഹല്ലേലൂയ. അവനെ സ്തുതിച്ചാൽ മതിവരികയില്ല പ്രിയപ്പെട്ടവരെ. നാം പാടി കേട്ടിട്ടുണ്ട്, ഞാനൊരുവാകും മുമ്പേ എന്നെ കണ്ടു, ഞാനൊരുവാകും മുന്നേ എന്നെ അറിഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തുതിക്കാൻ വകയുണ്ട്. നാം ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ടു. അവൻ ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ലോകത്തിൽ നമുക്ക് നിത്യമായി നേടുവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് സ്വർഗമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് നിത്യമായി നേടുവാൻ കഴിയുന്ന ഒന്നാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ. സർവ്വവ്യാപിയും സർവശക്തനുമായ എല്ലായിടത്തും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കാൻ അവന് കഴിയും. അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവശക്തനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് ഒരേ സമയം തന്നെ എല്ലായിടത്തും ആയിരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രത്യേകതയാണ് അത്. അവൻ ഒരേ സമയം തന്നെ നാം ഇവിടെ ആയിരിക്കുമ്പോൾ അവനെ വിളിച്ചാൽ നമുക്ക് അവന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ തന്നെ മറ്റു വൻകരകളിൽ ഇരുന്നുകൊണ്ട് യേശുവിന്റെ സാന്നിധ്യം ലഭിച്ചാൽ അവന്റെ സാന്നിധ്യം അവിടെയും ലഭിക്കും. അവൻ സർവ്വവ്യാപിയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവം. ഹല്ലേലൂയ. എന്റെ കർത്താവിന് ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. അത് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5, 6, 7, 8 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യവും 7, 8 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. എന്താണ് നാം വായിച്ചു കേട്ടത്? നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി വലിയവരും ചെറിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിന്റെ മുന്നിൽ നിന്ന് കേട്ടുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ നിന്നുകൊണ്ട് ഈ വെളിപ്പാട് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ചെറിയവരും വലിയവരുമായ ഭക്തന്മാരായിരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗീയ ആരാധന. ഹല്ലേലൂയ. 7-ാം വാക്യം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ.
നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഇതാ വലിയവരും സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായി വലിയൊരു സമൂഹം. ഹല്ലേലൂയ. ആ സ്വർഗരാജ്യത്തിൽ അവന്റെ മുമ്പിൽ ഹല്ലേലൂയ അവനെ വാഴ്ത്തുവിൻ എന്നൊരു ശബ്ദം. ഹല്ലേലൂയ. അവനെ വാഴ്ത്തുവിൻ എന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ? ഹല്ലേലൂയ. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവനെ ഹല്ലേലൂയ അർപ്പിക്കുവാൻ, ഹല്ലേലൂയ അവനെ ആരാധിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അതെ, നാം ഓരോരുത്തരും അവന്റെ കാന്തമാരാകേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് തന്നെത്താൻ ഒരുങ്ങുവാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി എന്ന്. ഹല്ലേലൂയ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അതെ, ഇന്ന് നിനക്ക് കൃപ പകരുകയാണ് പ്രിയപ്പെട്ടവരെ. നിനക്ക് ശുദ്ധവും ശുഭ്രവുമായ ചില വിശേഷ വസ്ത്രം നിന്റെ ആത്മാവിൽ ധരിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനെ കൃപ പകരുകയാണ്. ഹല്ലേലൂയ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അതെ, ഒരു വിശുദ്ധനാവുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് സാധിക്കും ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ? കർത്താവേ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്ന്. ഹല്ലേലൂയ. ഓ, വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കൊരു വിശുദ്ധ ജീവിതം സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഒരു വിശുദ്ധനാവുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. തീർച്ചയായിട്ടും കഴിയും. യേശുവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, യേശുവിന്റെ ക്രൂശ മരണത്താൽ, ഹല്ലേലൂയ, അവന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് അസാധ്യമായി സാധിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നീ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവേ എനിക്കൊരു വിശുദ്ധനാകണമെന്ന് നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, യേശു തന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകും. ഹല്ലേലൂയ. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ വിശുദ്ധനാക്കും. ഹല്ലേലൂയ. നിനക്ക് അവന്റെ വിശുദ്ധി അവൻ മുന്നിലേക്ക് പകരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിനക്ക് സ്വന്തമായി വിശുദ്ധി ഇല്ലായിരിക്കാം. ഹല്ലേലൂയ. നിന്നെ സ്വന്തമായിട്ട് ഒരു നന്മയും കാണുകയില്ല. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവാം ദൈവം നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവേ എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവനായ ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. അവൻ കടന്നു വന്ന് നിന്നെ വിശുദ്ധനാക്കും. ഹല്ലേലൂയ. ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കുന്നവനായി യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഓ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം വെച്ചു കൊടുക്കാമെങ്കിൽ, ഹല്ലേലൂയ, അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്താണ് അത്ഭുതം? ഹല്ലേലൂയ. അശുദ്ധൻ വിശുദ്ധനാവുന്നതും അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. രോഗം മാറുന്നത് മാത്രമല്ല അത്ഭുതം. ഹല്ലേലൂയ. അശുദ്ധൻ വിശുദ്ധനാവുന്നതും അത്ഭുതമാണ്. എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ. അവന്റെ കുഞ്ഞാടിന്റെ കല്യാണം. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണ മഹർദിനം. ഹല്ലേലൂയ. തന്റെ കാന്തയാകുന്ന വിശുദ്ധ സഭ നമുക്ക് ചേർന്ന് പാടാം. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയും ശുദ്ധിമാന്മാ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർത്തിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവ. കർത്താവു തൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ പ്രധാന ദൂതന്റെ ശബ്ദത്തിങ്കൽ ഹല്ലേലൂയ മുഴങ്ങാറായി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് വന്നിറങ്ങിടുന്ന ഹല്ലേലൂയ ഓ അതിവരം ഹല്ലേലൂയ മണ്ണിലിറങ്ങിടുന്ന ശുദ്ധിമാന്മാർ ഹല്ലേലൂയ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ അവർ രൂപാന്തരപ്പെട്ട് പറന്നുയരും. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണ ദിനത്തിൽ അവന്റെ കാന്തയാവുന്ന വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്ത് സന്തോഷം. പ്രിയപ്പെട്ടവരെ, അവനോടൊപ്പം കാന്തനാകുന്ന യേശുവിന്റെ മണവാട്ടിയാവുവാൻ അവൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഹല്ലേലൂയ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നിനക്ക് തോന്നാം സ്വർഗത്തിലെ വസ്ത്രം എന്തെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, എന്താണ് വസ്ത്രം? അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിൽ നിന്ന് വിശേഷ വസ്ത്രം നിന്നെ ധരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് കൈനീട്ടി വാങ്ങാം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. വിശേഷ വസ്ത്രം ധരിപ്പാൻ ഇന്ന് കൃപ പകരുകയാണ്. ഹല്ലേലൂയ. Let us. Then a voice came from the throne saying, Praise our God, all you his servants, you who fear him, both small and great. ചെറിയവരും വലിയവരുമായവരോട് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിക്കുവാൻ അവന്റെ ത്രോണിൽ നിന്ന്, അവന്റെ സിംഹാസനത്തിൽ നിന്ന് ശബ്ദം വരുന്നു. പ്രിയപ്പെട്ടവരെ, അവനെ ആരാധിക്കുക. ഹല്ലേലൂയ. മറ്റൊന്നിനും നിങ്ങൾ ആരാധന കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലുള്ള ഒരു വിശുദ്ധന്മാരെയും നിങ്ങൾ ആരാധിക്കരുത്. അവരെ നിങ്ങൾ ആദരിക്കണം. ഹല്ലേലൂയ. അവരുടെ ജീവിതാവസാനം നാം അനുകരിക്കണം. പ്രിയപ്പെട്ടവരെ, ആരാധന അവർക്ക് കൊടുക്കരുത്. ഹല്ലേലൂയ. ആരാധിപ്പാൻ യോഗ്യൻ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരത്രേ കർത്താവായ യേശുക്രിസ്തു. പിതാവാം ദൈവത്തിന് നിങ്ങൾ ആരാധന സമർപ്പിപ്പിൻ, പുത്രനായ ദൈവത്തിന് നിങ്ങൾ ആരാധിപ്പിൻ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരാധിപ്പിൻ. മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഒരേ ഒരാൾക്ക് മാത്രം മഹത്വം കൊടുക്കുവിൻ. ഈ ഭൂമിയിലുള്ള ഹല്ലേലൂയ മറ്റ് യാതൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഊമ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്. ഹല്ലേലൂയ. അന്യ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം വെറുക്കുകയാണ്. ഹല്ലേലൂയ. ഓ, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. അണ്ടകടാകങ്ങളെ മെനഞ്ഞവൻ. ഹല്ലേലൂയ. അവന് മാത്രമേ നമ്മുടെ മഹത്വവും ആരാധനയും അർപ്പിക്കാവൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. Let us rejoice and be glad and give him glory, for the wedding of the Lamb has come, and his bride has made herself ready. Fine linen, bright and clean, was given her to wear. Fine linen stands for the righteous acts of the saints. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരുടെ പ്രവൃത്തികളാണ് റൈറ്റ്യസ് എന്ന്. ഹല്ലേലൂയ. Fine linen stands for the righteous acts of the saints. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ ചെയ്യണമെന്ന്? ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അതിനുവേണ്ടി മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തന പുസ്തകം 18-ാം സങ്കീർത്തനം 30-ാം വാക്യം.
ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു എന്ന്. ഹല്ലേലൂയ. എന്താണ് നാം വായിച്ചത്? ദൈവത്തിന്റെ വഴി തികവുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ തികവുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ഹല്ലേലൂയ. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു എന്ന്. ഹല്ലേലൂയ. നിന്റെ പരിചയ യഹോവയായ ദൈവമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിലെ ദൈവം എന്റെ പരിചയമാണ് എന്ന് പറയുവാൻ കഴിയുമോ? ഓ, അവൻ എന്റെ മുന്നിലും പിന്നിലും, ഹല്ലേലൂയ, മുകളിലും താഴെയും അവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിൽ എന്റെ ജീവിതം സുരക്ഷിതമാണ് എന്ന് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. മകനെ, നിനക്ക് ഭാവിയെ ഓർത്ത് നീ ആകുലപ്പെട്ട് കഴിയുകയാണോ? ഹല്ലേലൂയ. എന്നാൽ നിന്റെ ഭാവി അവന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിക്കൂ. ഹല്ലേലൂയ. ബലമുള്ള കരങ്ങളുടെ ഓരോ ഉടയവന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കൂ. ഹല്ലേലൂയ. അവൻ ഇന്ന് നമ്മുടെ വരികെ വന്നിട്ടുണ്ട്. നിന്നെ ഏറ്റെടുക്കുവാനാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മെ തികവുള്ള വഴിയിൽ കൂടി അവൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ വചനം, ഹല്ലേലൂയ, ഊതിക്കഴിച്ചതാണ്. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ ഊതിക്കഴിക്കുക? ഹല്ലേലൂയ. നമുക്കറിയാം, തട്ടാൻ ആ സ്വർണം എടുത്ത് തീയിലേക്ക് ഇട്ട് അത് ഊതിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ തട്ടാന്റെ മുഖം ആ സ്വർണത്തിനുള്ളിൽ തിളങ്ങുമ്പോൾ, കാണുമ്പോൾ അദ്ദേഹം ആ ഊതുന്നത് നിർത്തുന്ന ആ പ്രോസസ് അവിടെ നിർത്തും. ഹല്ലേലൂയ. ഈ വചനവും അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുഖം ഈ വചനത്തിൽ നമ്മെ തന്നെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഊതിക്കഴിച്ച പൊന്നുപോലെയുള്ള വചനം. ഹല്ലേലൂയ. ഈ വചനത്തിന് മുമ്പിൽ നിന്റെ ഹൃദയം തുറക്കുക. ഹല്ലേലൂയ. വചനമാകുന്ന കണ്ണാടിയിൽ കൂടി നീ നിന്നെ തന്നെ കാണുക. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നീ എങ്ങനെയുള്ളതെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിന്റെ ആത്മാവ് എങ്ങനെയുള്ളതെന്ന്, നിന്റെ പ്രാണൻ എങ്ങനെയുള്ളതെന്ന്, ഹല്ലേലൂയ, നിന്റെ ശരീരം എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ഈ വചനത്തിൽ കൂടി നമുക്ക് നോക്കിയാൽ മതിയാവും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു എന്ന്. അവനെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ഹല്ലേലൂയ. As for God, his way is perfect. The word of the Lord is flawless. He is a shield for all who take refuge in him. Hallelujah. അതെ, ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ദൈവത്തിന്റെ വഴി തികവുള്ളത്. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അത് തേനിലും മധുരമുള്ള വചനം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനം തേനിലും മധുരമുള്ള വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം മധുരമുള്ളതായ വചനം. ഹല്ലേലൂയ. വചനം നമ്മെ ശക്തീകരിക്കും. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി. ഹല്ലേലൂയ. ഇത്രയും സമയം നമ്മളോട് ദൈവത്തിന്റെ വചനം നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. വചനത്തിന് മുമ്പിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ തന്നു. ഹല്ലേലൂയ. വചനം മധുരമുള്ളതായ വചനം. ഹല്ലേലൂയ. ആ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി. ഹല്ലേലൂയ. ഓ, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. തേനിലും മധുരമായ വചനം. ഹല്ലേലൂയ. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കൂ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ എൻപേർക്കാൻ തന്നതിനാ. നീ എന്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കൂ കർത്തൻ കൃപകളെ.
ക്രിസ്തു മാധുര്യവാം രുചിച്ചു നോക്കൂ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. അതെ പ്രിയപ്പെട്ടവരെ, മാധുര്യവാനായ യേശുവിനെ നമുക്ക് രുചിച്ചറിയാം. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ റെജി സൃഷ്ടോ നമ്മുടെ അടിയിലുണ്ട്. കർത്താവിന്റെ ദാസന്റെ നാവിൽ കൂടി തുടർന്നുള്ള സമയം നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രവിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആർപ്പിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈ സമയം അത്രേ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്ക് നന്ദി. തുടർന്നുള്ള സമയവും കർത്താവിന്റെ ദാസന്റെ നാവിൽ കൂടി കർത്താവെ ഞങ്ങളെ വിടിയിക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, കഴുകുന്ന വചനം ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് മുഴങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പാ, ഞങ്ങൾ 8:30 മുമ്പായി എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടണം. ഹല്ലേലൂയ. വലിയൊരു അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഞങ്ങളുടെ മേൽ ഉണ്ടാവണം. ഹല്ലേലൂയ. വലിയൊരു ആത്മപകർച്ച കർത്താവെ പ്രിയമകനിൽ കൂടി കർത്താവെ സ്വർഗം ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് തലകളെ വണക്കാം. ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിന് എല്ലാവരും ഹൃദയങ്ങളെയും കർത്താവിന് ഒരുക്കി കൊടുത്താണ്. യേശുവേ നന്ദി അമ്മ. നീ ഇല്ലാതെ ഞങ്ങളില്ല. നിന്നിലൂടെയല്ലാതെ ഈ ലോകം ശുദ്ധീകരിക്കപ്പെടില്ല. നിന്നിലൂടെയല്ലാതെ ആരും നീതിമാനായി കടന്നു വരില്ല. നീതി നീയാണ്. ആമേൻ പറഞ്ഞു. യേശുവാണ് നീതി. ആമേൻ പറഞ്ഞു. യേശുവിലൂടെ അല്ലാതെ ആർക്കും വിശുദ്ധി വ്യാപരിക്കാൻ സാധ്യമല്ല. മാനുഷിക ബുദ്ധിയിൽ നമ്മൾ എത്രത്തോളം ശുദ്ധരാണെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തു ഇല്ലാതെ നമുക്ക് നിത്യജീവനുമില്ല, വിശുദ്ധിയുമില്ല. ആമേൻ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തോത്രം. പ്രിയ കർത്തൃദാസൻ ജിനിൽ ബ്രദറിൻ്റെ ഈ കൂട്ടായ്മ വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു. ഓൺലൈനിലായിട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, വിശേഷാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രിയ കർത്തൃദാസിനെയൊക്കെ നന്ദിയും സ്നേഹവന്ദനങ്ങളും അറിയിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും നമുക്കൊരു മാനസാന്തരമില്ല എങ്കിൽ നമുക്ക് ആത്മാവിൽ രൂപാന്തരപ്പെട്ടിട്ടില്ല. അതാണ് കാര്യം. പരിശുദ്ധ ആത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ ദൈവം ഒരു വചനം മതി. ശതാധിപൻ പറഞ്ഞത്, നിന്റെ ഒരു വചനം നീ കൽപ്പിച്ചാൽ സൗഖ്യം വരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന, ദൈവവചനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 11-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത്. അതിപ്രകാരമാണ്: എന്നാൽ ഏത് പുരുഷന്റെ തല ക്രിസ്തുവാണ്, സ്ത്രീയുടെ തല പുരുഷനാണ്, ക്രിസ്തുവിന്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ വചനം നമ്മൾ വ്യക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ചിന്തിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് സ്ത്രീയുടെ തല പുരുഷനാണ്, പുരുഷന്റെ തല ക്രിസ്തുവാണ് ഇങ്ങനെ ഒരു കാറ്റഗറി തിരുവചനത്തിൽ പറയുന്നത്? വളരെ സിമ്പിളാണ്. ലോക സ്ഥാപനത്തിന് മുന്നേ യേശു ക്രിസ്തുവിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആമേൻ പറഞ്ഞാൽ ഭൂമിയിൽ ജനിച്ചു വീണതും മരിച്ചു പോയവരുമായ അനേകം മനുഷ്യരുടെ വിളി വന്നിരിക്കുന്നത് ക്രിസ്തുവിൽ കൂടെയാണ്. ആദം മുതൽ ഇങ്ങോട്ടും ക്രിസ്തുവിൽ തന്നെയാണ്. ആദം ജനിക്കുന്നതിന് മുന്നേ ആദത്തിന്റെ അകത്ത് വചനം കയറിയിട്ടാണ് ആദത്തിന് ജീവശ്വാസം ഉണ്ടായത്. ആമേൻ പറഞ്ഞാണ്. അപ്പൊ ആദ്യം പുരുഷനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ആ പുരുഷനിൽ നിന്നാണ് വാരിയെല്ലെടുത്തിട്ട് സ്ത്രീയെ പണിതത്. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ പുരുഷന്റെ വാരിയല് സ്ത്രീക്ക് ലഭിച്ചതിനാൽ പുരുഷന്റെ കീഴിലാക്കി സ്ത്രീയെ ദൈവം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തല പുരുഷനാണ്. ഒരു കുടുംബത്തിന്റെ തല പുരുഷനാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും തിരുവചനത്തിൽ എവിടെയെങ്കിലും പുരുഷനല്ലാത്ത ഒരു സ്ത്രീ കഥാപാത്രമുള്ള ദൈവത്തെ കാണാൻ പറ്റുമോ? ഇല്ല.
എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കാത്തത്? കാരണം പുരുഷന്റെ നിഴലായിട്ടാണ് സ്ത്രീയെ ദൈവം വെച്ചിരിക്കുന്നത്. ഏത് പുരുഷന്റെയും അതിന്റെ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീ കൂടി ചേരുമ്പോഴാണ്. ആമേൻ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് കുടുംബമാണ്. ആമേൻ പറഞ്ഞാട്ടെ. കുടുംബം എന്ന് പറയുന്ന സഭയ്ക്കകത്ത് ദൈവം നിർത്തിയത് 2 പേരെയാണ്. ഒന്ന് ആദത്തെയും ഹൗവയെയും. സ്തോത്രം. ഇതിൽ ആദം എന്ന് പറയുന്ന പുരുഷനിൽ നിന്നാണ് സ്ത്രീ ജനിക്കപ്പെട്ടത്. അതുകൊണ്ട് സ്ത്രീയെക്കാളും അല്പം ഉയരത്തിൽ പുരുഷന് ദൈവം സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു. അത് ഭൂമിയിൽ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാൻ പറ്റും സൃഷ്ടിപ്പിന്റെ ആരംഭം മുതലിങ്ങോട്ട് അതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഇതിൽ സ്ത്രീക്ക് ദൈവം കൊടുത്ത അനവധി അനുഗ്രഹങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങൾ മാത്രമൊന്നല്ല, നിരവധി അനുഗ്രഹങ്ങളുള്ള ജീവിതമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പം സ്ത്രീയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം അവൾക്ക് കൊടുത്ത ഉദരഫലമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ദൈവം അവൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുകയാണ്. സന്തതി പരമ്പരകളെ ഹല്ലേലൂയ സ്തോത്രം സൃഷ്ടിപ്പിന്റെ ഒരു ശുശ്രൂഷ അവൾക്കാണ് കൊടുത്തിരിക്കുന്നത്. പുരുഷന്റെ കയ്യിലില്ല. പുരുഷനിൽ നിന്നല്ല തലമുറ ഹല്ലേലൂയ ജനിക്കുന്നത്. പുരുഷന്റെ ബീജം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് ആ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി നടക്കുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, നീയും ഞാനും ഒക്കെ ജനിച്ചത് ഒരു അമ്മയുടെ ഹല്ലേലൂയ പാത്രത്തിൽ, ഗർഭപാത്രത്തിനകത്ത് വെച്ച ഹല്ലേലൂയ സ്തോത്രം. ആ ഗർഭപാത്രത്തിനകത്ത് നമ്മളെല്ലാം സുരക്ഷിതരായിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ലോകത്തിൽ വന്നപ്പോഴാണ് നമുക്ക് സുരക്ഷ നഷ്ടപ്പെട്ടത്. എന്നാൽ ഗർഭപാത്രത്തിനകത്തുള്ളപ്പോൾ നമ്മൾ സുരക്ഷിതരായിരുന്നു. എന്തുകൊണ്ടാണ് ഗർഭപാത്രത്തിനകത്തുള്ളപ്പോൾ നമ്മൾ സുരക്ഷിതമായി കാണപ്പെട്ടത്? കാരണം അവിടെ ദൈവത്തിന്റെ പരിപാലനമുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഒരു ഗർഭിണി ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവൾ ദൈവസന്നിധിയുമായി കൂടുതൽ അടുപ്പത്തിലേക്ക് വരണം. കാരണം അവൾ ചുമക്കുന്നത് ദൈവത്തിന്റെ ദാനത്തെ. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ലോകത്ത് അനേകം അച്ചിമാരുണ്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാത്ത ഗർഭപാത്രത്തിന് ഉടമയായി തീർന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാം, ദൈവം മനുഷ്യന് ഒരു രോഗവും കൊടുത്തിട്ടില്ല. ആമേൻ പറഞ്ഞാട്ടെ. ദൈവം മനുഷ്യന് തലമുറ ഇല്ലാത്ത ഗർഭപാത്രം കൊടുത്തിട്ടില്ല. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അതുപോലെ നന്മ ഇല്ലാത്തൊരു ജീവിതവും ദൈവം കൊടുത്തിട്ടില്ല. ദൈവം എല്ലാ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു. സ്തോത്രം. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയിൽ 1 മുതൽ 6 ദിവസം വരെ ഓരോ കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ അതെല്ലാം നല്ലത് എന്ന് കാണുകയാണ്. അങ്ങനെ ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്. എല്ലാം നല്ല, തൻ്റെ സൃഷ്ടിപ്പെല്ലാം നല്ലത് എന്നാണ് കർത്താവ് തന്നെ, ദൈവം തന്നെ അതിനെ വിലയിരുത്തിയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. സ്തോത്രം. അപ്പൊ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ കരുത്തിനകത്താണ്. ആമേൻ പറഞ്ഞാട്ടെ. അവൻ ലോകത്തിലേക്ക് വരുമ്പോഴാണ്, ലോകത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രതികൂലങ്ങൾ വരുന്നത്. ശ്രദ്ധിച്ചോണം. ഡെലിവറി സമയത്ത് നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? സ്തോത്രം. എന്തുകൊണ്ടാണ് ചില സഹോദരിമാർക്ക് കുഞ്ഞിന് ഗർഭം മുതൽ നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്തത്? പലർക്കും അതുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ എപ്പം മുതൽ തുടങ്ങുന്നു അറിയോ? കൗമാര കാലഘട്ടത്തിൽ ഇതിന്റെ പ്രയാസങ്ങൾ തുടങ്ങും. ഈ കൗമാര കാലഘട്ടത്തിൽ അവരുടെ ആ ദൈവം കൊടുത്ത ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാത്ത സമയമുണ്ട്. അതെങ്ങനെയാണ് ക്രമീകരിക്കപ്പെടാത്തത്? പിശാച് അവരുടെ ശരീരത്തിൽ കയറുകയും അവളുടെ ശരീരത്തിൽ പാപം ഉളവാക്കുകയും ആ പാപത്തിന്റെ അനുഭവത്തിലേക്ക് അവൾ എത്തിപ്പെടുമ്പോൾ അവൾക്കുള്ള ആ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം തടയപ്പെടുകയും ചെയ്യും. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദൈവമക്കളായ ബൈബിളില് സാറ അനുഗ്രഹം പ്രാപിക്കാത്തത് പാപം ചെയ്തുകൊണ്ടാണ്. അതെ, പാപം ചെയ്തുകൊണ്ടായില്ലേ? പാപം ചെയ്തില്ലേ സാറ? സ്തോത്രം. സാറായി പാപം ചെയ്തില്ലേ? സ്തോത്രം. ചെയ്തിട്ടുണ്ട്. രാജാവിന്റെ മണിയറ വരെ പോയില്ലേ? സ്തോത്രം. അത് പാപമല്ലേ? സ്തോത്രം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം പാപം ചെയ്തില്ലേ? ചെയ്തല്ലോ. ഹാഗാറിനെ പരിഗ്രഹിച്ചത് പാപമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതിൽ ആരാ പാപം ചെയ്യാത്തത്? എല്ലാവരും പാപികളാണ്. അപ്പൊ പാപം ചെയ്ത പിശാച് അവിടെ പോയിട്ട് വാദിക്കുന്നത്, സ്വർഗത്തിൽ പോയിട്ട്
ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ അനുഗ്രഹം തടയാൻ വേണ്ടി വാദിക്കുന്ന മേഖല നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ്. സ്തോത്രം. അത് നിമിത്തം ഞാനിപ്പോ ഒത്തിരി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അവരുടെ പാപം നീക്കിയാൽ ഉദരം തുറക്കപ്പെടും. ആമേൻ പറഞ്ഞാട്ടെ. അവരുടെ പാപമാണ് ആദ്യം നീക്കേണ്ടത്. പാപം നീങ്ങിപ്പോയാൽ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്ന്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആ പാപത്തിന്റെ പേരും പറഞ്ഞ് പിശാച് നമ്മുടെ നന്മയെ തടയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യം എന്താണ്? സ്ത്രീക്ക് ദൈവം അനുഗ്രഹത്തിന്റെ വഴികൾ ഒത്തിരി കൊടുത്തിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉദരഫലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെയും ഭർത്താവിൻ്റെയും കീഴ്പ്പെട്ട് നിൽക്കുന്ന ഭാര്യമാരിലാണ് അല്ലെങ്കിൽ ഒലിവ് തൈ പോലെ ഉള്ളത് ഫലപ്രദമായ ഒലിവ് തൈ പോലെ കുടുംബത്തിനകത്ത് അവൾ അനുഗ്രഹിക്കപ്പെടും. ആമേ. സ്ത്രീയുടെ അനുഗ്രഹം, സ്ത്രീയുടെ ജീവിതം വെച്ചിരിക്കുന്നത് കുടുംബത്തിനകത്താണ്. ആമേ പറഞ്ഞാണ്. ഒരു സ്ത്രീയായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് അവളുടെ കുടുംബത്തിനകത്താണ്. സ്തോത്രം. ആമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സ്ത്രീ എന്ന് ചിലർ പറയും, സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. ഉണ്ട്. ദൈവത്തിലെ സ്ത്രീയും പുരുഷനും ഉണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ അവയവം വരട്ടെ, ഒരേ ഭാവം വരട്ടെ. ഇത് വ്യത്യസ്ത ഭാവങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നീ സ്ത്രീയായിട്ട് ജനിച്ചാൽ നീ ചെയ്യേണ്ടത് പുരുഷൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നീ ചെയ്യേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭാവങ്ങളായിരിക്കില്ല പുരുഷന്റെ ഭാവങ്ങൾ. അപ്പൊ ഒറ്റ കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് തന്ന വചനങ്ങളെ അനുസരിക്കാൻ വിളിക്കപ്പെട്ടവരെ. ഒരു സ്ത്രീ അനുസരിക്കേണ്ട വചനങ്ങളുണ്ട്. കർത്താവിനെ അറിഞ്ഞ് ദൈവപാദപീഠത്തിലേക്ക് വന്ന ദൈവ പൈതലായ ഒരു സ്ത്രീ ദൈവത്തിന് പ്രസാദമായി ജീവിക്കുന്ന സ്ത്രീ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സഹോദരി നല്ല നടത്തിപ്പ് ഉള്ള ജീവിതമുള്ളതായിരിക്കണം, സാക്ഷ്യമുള്ള ജീവിതമുള്ളതായിരിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നവനായിരിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. അല്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് അവളുടെ ആസ്വാദനത്തിനും സന്തോഷത്തിനും പോയിട്ട് ദൈവത്തിന്റെ നല്ല സ്ത്രീയാണ് എന്ന് പറയരുത്. പറയാൻ വ്യവസ്ഥയില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്നത് അവളുടെ സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവളുടെ കരവലയത്താൽ വേണം അത് വളർത്തപ്പെടാൻ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യും. പിന്നെ അവളുടെ കുടുംബത്തിനകത്ത് അവൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവളുടെ ഭർത്താവ് അവളുടെ കൂടെ നിൽക്കണമെങ്കിൽ അവളുടെ ഭർത്താവുമായിട്ടുള്ള സ്നേഹത്തിലും അല്ലെങ്കിൽ താഴ്മയിലും ബഹുമാനത്തിലും. ഇപ്പൊ സാറ അബ്രഹാമിനെ ബഹുമാനിച്ചത് എങ്ങനെയാണെന്നറിയാം? യജമാനനെ എന്ന് വിളിച്ചിട്ടല്ല, അല്ലെ അബ്രഹാമിനെ പേരെടുത്ത് വിളിച്ചിട്ടല്ല. നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ജാതികളിൽ ഇല്ലാത്ത ഒരു കാര്യം ഇത്. അത് ഭർത്താവിനെ പേരെടുത്ത് വിളിക്കും. സ്തോത്രം. വളരെ കുറച്ച് ചുരുക്കം ചില ആളുകളെ മാത്രമേ അച്ചാച്ചാന്നും അല്ലെ ചേട്ടായിന്നും ഒക്കെ വിളിക്കുന്നത്, അച്ചായാന്നൊക്കെ വിളിക്കുന്നവർ കുറവാണ്. പഴയ തലമുറയിലുണ്ട്, ഇന്നത്തെ തലമുറയിലില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നിന്റെ ഭർത്താവിനെ നിന്റെ തലയാക്കി വെച്ചിരിക്കുന്നു. ഭൂമിയിൽ അടിസ്ഥാന പ്രമാണങ്ങൾ തെറ്റുമ്പോഴാണ് സ്വർഗീയ അനുഗ്രഹം തടയപ്പെടുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. ഞാനിത് സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ കഴിഞ്ഞ മാസം സംസാരിച്ചതൊക്കെ, കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ സംസാരിച്ചത് രക്ഷിക്കപ്പെടാൻ വേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ നേരെയാകുന്നില്ല, നമുക്ക് അനുഗ്രഹമില്ല. സ്തോത്രം. യേശുവിനെ അറിഞ്ഞിട്ട് അനുഗ്രഹമില്ല. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിനകത്ത് പാലിക്കേണ്ട വചനങ്ങൾ പാലിക്കപ്പെടുന്നില്ല ഒരിക്കലും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ അബ്രഹാമിന്റെ മേളിൽ നിന്നിട്ട് കൽപ്പിക്കാനൊന്നും ദൈവം സാറയെ അനുവദിച്ചിട്ടില്ല, ഒരു കാലത്തും അനുവദിച്ചിട്ടില്ല. സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ നല്ല കുടുംബമാകണമെങ്കിൽ ഹല്ലേലൂയ അപ്പനെ അനുസരിക്കുന്ന അമ്മയും അമ്മയെ അനുസരിക്കുന്ന മക്കളും ഉണ്ടാക്കണം. സ്തോത്രം. അനുസരണയാണ് നല്ല ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമുള്ള ശീലം. അമ്മയെ പറഞ്ഞ നല്ലൊരു അനുസരണയുള്ള കുഞ്ഞാടായി നീ ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യന്റെ മുന്നിലും നീ സാക്ഷ്യമുള്ളവളായി തീരണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവപാദപീഠത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാനസാന്തരപ്പെട്ട ഒരു ഹൃദയവുമായിട്ട് മാത്രമേ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡികമായ പാപങ്ങൾ മാത്രമല്ല, മനസ്സിൽ ഉള്ള ചില വികാരങ്ങളും വിചാരങ്ങളും പാപമാണ്. ദൈവത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഞാനൊരു മനുഷ്യനോട് ദേഷ്യത്തോടെ നിൽക്കുന്നെങ്കിൽ എനിക്ക് ആ ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായ ഹൃദയമൊന്നുമില്ല.
സ്തോത്രം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഞാൻ അസൂയയോടെയാണ് കാണുന്നതെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ നമ്മുടെ മനസ്സിനെ കഴുകിയിട്ട് വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. അങ്ങനെയുള്ള പ്രാർത്ഥന ഭയങ്കര ശക്തമായിരിക്കും. ആമേൻ പറഞ്ഞാട്ടെ. ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി വിടുതലുകൾ നമുക്ക് ലഭിക്കുമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാര്യങ്ങളാണ്. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം, കുടുംബം എന്ന് പറയുന്നത് സ്തോത്രം കുട്ടിക്കളിയല്ല. ആമേൻ പറഞ്ഞാട്ടെ. തോന്നുന്ന പോലെ വസ്ത്രം മാറുന്ന പോലെ മാറുന്നതല്ല കുടുംബം. അല്ലെങ്കിൽ ദൈവം ഒരു തുണയെ ദൈവം തന്നിട്ടുള്ളൂ. ആമേൻ പറഞ്ഞാട്ടെ. വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുന്ന മനുഷ്യര് വചനം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരേ ഒരു ഭാര്യമേ ഉള്ളൂ, ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നിൽ കൂടുതൽ അന്വേഷിക്കുന്നവൻ ദൈവത്തിനുള്ളവനല്ല, പിശാചിനുള്ളവൻ. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാരിയല്, നമ്മുടെ വാരിയൽ എടുത്തിട്ട് ഒരു തുണയെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്ത്രീ അല്ലാതെ വേറൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മറ്റൊരുവന്റെ വാരിയല്ലിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മോഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ ദൈവവചനം അങ്ങ് തെറ്റുകയാണ് അല്ലെ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിന് പകരം നമ്മുടെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിച്ചാൽ അവിടെ ചെയ്യുന്ന പാപം ചെറിയ പാപമല്ല, വ്യഭിചാരമാണ്. അപ്പൊ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ പാപികൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ആർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ? വിശുദ്ധന്മാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ ആരാ കാണുന്നത്? വിശുദ്ധന്മാര് മാത്രമേ കാണുള്ളൂ. പാപികളൊന്നും കർത്താവിനെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. മധ്യാകാശത്ത് വരുന്ന കർത്താവിനെ ആരേ കാണത്തുള്ളൂ? വിശുദ്ധന്മാര് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അടയാളങ്ങളെല്ലാം കാണും, അത്ഭുതങ്ങളെല്ലാം ഇങ്ങനെ കാണുമായിരിക്കും. പക്ഷെ കർത്താവിനെ കാണണമെങ്കിൽ ആ കണ്ണൊന്ന് ശുദ്ധീകരിക്കപ്പെടണം എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. പത്മോസിലെ യോഹന്നാന് വിശുദ്ധിയുള്ളൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് അവൻ കണ്ടു. അതിലെ ഉയരത്തിലുള്ള പ്രകാശം അവന്റെ ശരീരത്തിലേക്ക് അടിച്ചു. സ്വത്രം. കാരണം യോഹന്നാന്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദൈവത്തോട് പറ്റിച്ചേരുന്ന ഒരു ഹൃദയം യോഹന്നാനുണ്ട്. അവൻ പത്രോസിനെ പോലെ എടുത്തിയാട്ടക്കാരനല്ല, യേശുവിന്റെ അടുത്തോട്ടിരിക്കാൻ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അടുത്തോട്ടിരിക്കുന്ന തന്റെ ബലഹീനത തിരിച്ചറിഞ്ഞ യോഹന്നാനെ പോലെയാണ് നിന്റെ ഹൃദയമെങ്കിൽ നിനക്ക് എപ്പോഴും ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റും. എപ്പോഴും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. പിശാചി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര തന്ത്രശാലിയാണ്. എങ്ങനെയാ തന്ത്രശാലി? ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സെക്കൻഡ് വെച്ച് അവന്റെ സ്വഭാവം മാറ്റിക്കളയും പിശാചി. സ്തോത്രം. അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവർ എപ്പോഴും ഒരേ സ്വഭാവമാണ്, ഒരു മനസ്സുള്ളവരാണ്. ഇരു മനസ്സുള്ളവരല്ല, ഒരു മനസ്സുള്ളവരാണ്. എന്നാൽ നമുക്കറിയാം ചിലരുടെ ഓത്തിനെ പോലെ സ്വഭാവം മാറുന്നവരുണ്ട് അല്ലെ? സെക്കൻഡ് വെച്ച് അല്പനേരം ചിരിച്ചാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പിന്നെ ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, പിന്നെ ക്രോധം കൊണ്ട് അല്ലെ? അങ്ങനെ പലവിധമായ വികാരങ്ങൾ ഒറ്റയടിക്ക് വരികയാണ്. ഇതിന് കാരണം അവന്റെ ശരീരത്തെ പിശാച് ഉപയോഗിക്കുകയാണ്. സ്തോത്രം. ആ പൈശാചിക ശക്തിക്ക് കീഴ്പ്പെടുന്ന അടിമപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് എന്തു സംഭവിക്കുന്നുണ്ട്? അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, അവർക്ക് ശാന്തതയില്ല, സമാധാനതയില്ല, സൗമ്യത. ഇതെല്ലാം യേശുവിന്റെ സ്വഭാവമാണ്. ആമേൻ പറഞ്ഞാട്ടെ. നീ ഒരു വിഷയം വന്നാൽ എങ്ങനെ പ്രതികരിക്കും? സൗമ്യനായിട്ട് പ്രതികരിക്കുമോ അതോ ദേഷ്യത്തോടെ പ്രതികരിക്കുമോ? സൗമ്യനായിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ നിന്റെ കൂടെ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ പ്രതികൂലമായ രീതിയിലാണ് നീ തിരിച്ചടിക്കുന്നതെങ്കിൽ അതൊരിക്കലും യേശു ക്രിസ്തു അല്ല, അത് പൈശാചികമായ ശക്തിയാണ്. ഏതൊരു വ്യക്തിയെയും പിശാചിന് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മുടെ ശരീരം മണ്ണാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഈ ലോകത്തിന്റെ വസ്തു കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടത്. എന്നാൽ നമ്മുടെ ആത്മാവ് അങ്ങനെയല്ല. നമ്മുടെ ആത്മാവ് അഗ്നി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കയറിയിരിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ ആത്മാവിനെ ഈ ഭൂമിയിൽ ആർക്കും കിട്ടത്തില്ല. ആത്മാവ് സ്വർഗീയമാണ്. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ആണ് ഈ സഭ, ഈ കൂട്ടായ്മയിൽ കൊരിന്ത്യ സഭയ്ക്ക് ഈ വചനം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനു മുന്നേ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അതേ ലേഖനത്തിൽ, 1 കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ കാര്യമാണ് 10:14. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുകയും നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ എന്ന് പൗലോസ് പറയുകയാണ്. എന്താണ് വിഗ്രഹാരാധന? ദൈവമക്കളെ, യേശു എന്ന സത്യം ഭൂമിയിലേക്ക് വന്നിട്ട് 2026 വർഷങ്ങളായി. ഈ ഭൂമിയിലെ യേശു വന്ന്
ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? 2026. അതായത് 2026 വർഷം മുന്നേ പിറകിൽ നോക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു ഉണ്ട് ഭൂമിയിൽ. ആ യേശുക്രിസ്തു ഭൂമിയിൽ ഒരു രൂപത്തെയോ ഒരു വിഗ്രഹത്തെയോ നമസ്കരിച്ചിട്ടില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ആ യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത ദൈവം എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നോക്കി പ്രാർത്ഥിക്കാൻ. ആമേൻ പറഞ്ഞാട്ടെ. എവിടെയാണ് ഉയരത്തിലുള്ള ശക്തി? ഈ ഭൂമിയിലില്ല. നീ ആഗ്രഹിക്കുന്ന ദൈവശക്തി ഈ ഭൂമിയിലുള്ളതല്ല, അത് സ്വർഗീയമാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധിച്ച മലമുകളിലാണ് പ്രാർത്ഥിക്കും. നമ്മളെല്ലാം വീടിലോ ഭവനത്തിലോ അല്ലെങ്കിൽ സിനഗോഗിലോ പള്ളികളിലോ ഒക്കെ പ്രാർത്ഥിക്കും. പക്ഷെ യേശു കർത്താവിന്റെ പ്രാർത്ഥന മുഴുവനും ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കയറിയിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് നോക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ്. യഥാർത്ഥ പ്രാർത്ഥന അതാണ്. കാരണം ഭൂമിയിൽ എവിടെയും ദൈവത്തിന്റെ ചൈതന്യമില്ല. ഭൂമി പാപം നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭൂമിയിലല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്, ഉയരത്തിൽ അന്വേഷിക്കൂ എന്ന് സങ്കീർത്തനക്കാരൻ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന മർമ്മം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു കർത്താവ് ഉയരത്തിലുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിലേക്ക് പ്രാവ് പോലെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് ഇറങ്ങി വന്നത്? ഏതെങ്കിലും വിഗ്രഹത്തിനകത്തു നിന്നാണോ ഇറങ്ങി വന്നത്? ഏതെങ്കിലും പള്ളിയിൽ നിന്നാണോ അല്ലെങ്കിൽ അതുപോലെ സിനഗോഗിൽ നിന്നാണോ ഈ പ്രാവ് ഇറങ്ങി വന്നത്? പ്രാവ് ഇറങ്ങി വന്നത് ആകാശത്തിൽ 3-ാം സ്വർഗത്തിൽ നിന്നാണ് പ്രാവ് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം കേൾക്കുന്നത്. നമ്മളറിയാം, നമ്മുടെ ഈ ബിൽഡിങ്ങിന് എത്ര കാലം താങ്ങാൻ പറ്റും? എത്ര കാലം? ഒരു പള്ളി നമ്മൾ പണിത് കഴിഞ്ഞാൽ അതിന്റെ കെട്ടിടങ്ങൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു സുനാമി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ, ഒരു കൊടുങ്കാറ്റ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഭൂമി ഉൽക്കം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഭൂമിയിലെല്ലാം മെറ്റീരിയലുകൾ അല്ലേ? ശ്രോത്രം, ഇതിലൊന്നും അല്ല സഭ. യേശുവിന്റെ സഭ കിടക്കുന്ന എവിടെയല്ല. യേശു പണിത സഭ ആത്മാവിന്റെ സഭയാണ്. ആമേൻ പറഞ്ഞാടെ. മനുഷ്യന്റെ സഭയല്ല, ആത്മാവിന്റെ സഭയാണ്. കാണുന്ന സഭയല്ല, കാണാത്ത സഭയാണ് യേശു പണിതിരിക്കുന്നത്. അപ്പൊ യേശുവിലേക്ക് വന്ന ആ പ്രാവിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രാവ് നിഷ്കളങ്കമായ പ്രാവാണ്, സത്യമുള്ള പ്രാവാണ്. സ്തോത്രം. അപ്പൊ ഉയരത്തിൽ നിന്ന് വന്ന ആ പ്രാവും താഴെ നിൽക്കുന്ന ദൈവപുത്രനും അത് സ്വീകരിക്കുമ്പോൾ മൂന്നും നമുക്ക് ബൈബിളില് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റിയ ഒരു മേഖലയാണ് യേശു കർത്താവിന്റെ സ്നാനം. ആമേൻ പറഞ്ഞാട്ടെ. 4 സുവിശേഷത്തിലും നമുക്കിത് വായിക്കാനായിട്ട് സാധിക്കും. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേപോലെ ഭൂമിയിൽ വെളിപ്പെട്ട ഒരു സമയമാണ് യേശു കർത്താവിന്റെ സ്നാന സമയം. ആ സ്നാന ശുശ്രൂഷ യേശു കർത്താവ് സ്വീകരിക്കുമ്പോൾ സ്നാപക യോഹന്നാനാണല്ലോ തലയിൽ കൈവപ്പ് കൊടുക്കുന്നത്. ഈ സ്നാപക യോഹന്നാൻ കൈവപ്പ് കൊടുക്കുമ്പോൾ സ്വർഗത്തുനിന്ന് പ്രാവ് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് പ്രാവിനെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. അവിടെ ഒരു ശബ്ദം ഉണ്ടാകും. ഈ പ്രാവ് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഭൂമിയിൽ സ്നാനത്തിന് സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. അല്ലെങ്കിൽ എന്നാൽ ഈ പ്രാവിനെ അയച്ചിട്ട് ഒരു ശബ്ദം വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ, ആ ശബ്ദം പിതാവിന്റെ ശബ്ദമാണ്. പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ഭൂമിയിൽ പുത്രനുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ 3 ദൈവത്തിന്റെ 3 ആളത്വങ്ങൾ ഒരുമിച്ച് വന്നൊരു സമയമാണ് യേശു കർത്താവിന്റെ സ്നാന ശുശ്രൂഷ. അതെവിടെയാണ് നടന്നത്? യോർദാന്റെ തീരത്താണ് നടന്നത്. ആമേൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കർത്താവിന്റെ ശബ്ദം ചെവിയില്ല. ഞാൻ ശബ്ദം കേട്ടത്, യേശുവിന്റെ ശബ്ദം ഞാൻ കേട്ടത് ചെവിയില്ല. സ്തോത്രം. ആദ്യം ഇടിമുഴക്കുമ്പോഴുള്ള ശബ്ദം, പിന്നെ മൃദുവായിട്ടുള്ള ശബ്ദം, ചെവിയിൽ ശബ്ദം കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം സംസാരിക്കും. ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കും. പിന്നെ ദൈവത്തിന്റെ പിൻപറ്റി നടന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദൈവം നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സങ്കുചിത മനോഭാവം എടുത്തു മാറ്റുക. ക്രിസ്തുവിൽ വന്നാൽ വിശാല ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ആമേൻ പറഞ്ഞാട്ടെ. വിശാല ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാനെ പോലെ എല്ലാം സ്വീകരിക്കാനും എല്ലാം കൊടുക്കാനുമുള്ള വിശാല ഹൃദയം വേണം. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് ഭൂമിയിൽ വന്ന 33.5 വർഷം ഇവിടെ നിന്നും കർത്താവ് ഉയർപ്പിക്കപ്പെടുന്നത് വരെ ഈ ഭൂമിയിലെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ അതിൽ പൈശാചികതയെ നീക്കം ചെയ്തിട്ടാണ് യേശു. എല്ലാ നിയമങ്ങളും ദൈവത്തിന്റെ നിയമമല്ല ഭൂമിയിലുള്ളത്. ചിലത് പിശാച്
ഉപയോഗിക്കുന്ന നിയമങ്ങളാണ്. സ്തോത്രം. അങ്ങനെയുള്ള നിയമങ്ങളെ യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്തു പോകുന്നുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? രക്ഷിക്കപ്പെടാൻ ദൈവം അവസരം തന്നു, രക്ഷിക്കപ്പെട്ടു, യേശു എന്ന സത്യത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ ദൈവവും നമ്മുടെ ആരാധനയൊക്കെ നമ്മുടെ അകത്താണ്. ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ അകത്താണ് ആ ദൈവം. ഇതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന തിരുവചനമാണ് പുതിയ നിയമത്തിൽ നിവൃത്തിയായിരിക്കുന്നത്. എന്നാൽ പഴയ നിയമസഭയിൽ അങ്ങനല്ല. യാഗപീഠകത്തിലും പെട്ടകത്തിലും മാത്രം ഇറങ്ങുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അകത്ത് കയറാതെ, മോശയുടെ അകത്ത് കയറാതെ പിറകെ വരുന്ന ദൈവത്തെ മാത്രമേ നമ്മൾ പരിചയപ്പെടുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയില് പരിശുദ്ധ ആത്മാവ് പ്രാവ് പോലെ യേശുവിന്റെ അകത്തോട്ട് കയറുകയാണ്. ആമേൻ പറഞ്ഞാണ്. മാളിക മുറിയില് അഗ്നി പോലെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും അകത്തോട്ട് കയറിയിട്ട് നാവ് ഇങ്ങനെ അന്യഭാഷകളിൽ സംസാരിപ്പിക്കുകയാണ്. മനസ്സിലായി? നാവിൽ എന്തുകൊണ്ട്? ഭാഷാപരങ്ങളെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ വചനം വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, കൊയ്ത്തിന്റെ ഉത്സവം വന്നപ്പോൾ, ഹല്ലേലൂയ, യെരുശലേം പട്ടണത്തിൽ നടന്ന അത്ഭുതമാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 ശിഷ്യന്മാർ ഒരുമിച്ച് കൈയടിച്ച് യേശുവിന്റെ നാമത്തിലാണ്, അതുവരെ യഹോവയുടെ നാമത്തിലാണ് ആരാധന വന്നത്. എന്നാൽ ആ സമയം തൊട്ടാണ് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി, ദൈവനാമമായി ഉപയോഗിക്കാൻ തുടങ്ങി. ആ ആദ്യത്തെ ആരാധനയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഏത് രൂപത്തിലല്ല? പ്രാവ് രൂപത്തിലല്ല ഇറങ്ങി വന്നത്, അഗ്നിയുടെ രൂപത്തിലാണ്. എന്തുകൊണ്ടാണ് യേശു കർത്താവിലെ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന സ്വത്രം? യേശു കർത്താവിന്റെ ശരീരത്തിൽ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അഗ്നിയായിട്ട് ഇറങ്ങി വരുന്നത്? യേശു കർത്താവിനെ പോലെ ഞാൻ വിശുദ്ധനല്ലാത്തത് കൊണ്ട് അതാണ് അതിന്റെ മറുപടി. കാരണം അഗ്നിയുടെ സ്വഭാവം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്, പ്രാവിന്റെ സ്വഭാവം നിഷ്കളങ്കത്വമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് 2 സ്വഭാവമുണ്ട്. നിഷ്കളങ്കനുമാണ്, കോപിക്കുന്നവനുമാണ്, തകർക്കുന്നവനുമാണ്, പണിയുന്നവനുമാണ്. ദൈവം ആരുമാണ്? ദൈവം തകർക്കുന്നവനുമാണ്, പണിയുന്നവനുമാണ്. ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയതും ദൈവം തന്നെയാണ് ചിലതിനെയൊക്കെ ഇല്ലാതാക്കുന്നത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ അകത്ത് ഈ 2 സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ദൈവം തനിക്ക് വേണ്ടാത്തതിനെയൊക്കെ കൈവിടുകയാണ്. ദൈവത്തിനുള്ളവരെ ചേർത്ത് പിടിക്കുക, ഒരു നാളും കൈവിടില്ല. ആമേൻ പറഞ്ഞു. ഇവിടെ സംഭവിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. മാളിക മുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധ ആത്മാവ് എല്ലാവരുടെയും ശരീരത്തിനകത്തോട്ടാണ് കയറി പോയിരിക്കുന്നു. സ്തോത്രം. ഈ അകത്തോട്ട് കയറിയ പരിശുദ്ധാത്മ പിന്നെ പുറത്തോട്ട് പോകുന്നില്ല. സ്തോത്രം. അവരെ മരണം വരെ പോകുന്നില്ല. സ്തോത്രം. അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അകത്ത് കയറിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവരുടെ എല്ലാം, നമ്മുടെ എല്ലാ അകത്ത് പരിശുദ്ധാത്മാവ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ആത്മാവ് ഒരു നാളും പുറത്തു പോകുന്നില്ല. അത് നിങ്ങളുടെ നിത്യജീവനാണ്. ആമേൻ പറഞ്ഞാട്ടെ. എങ്ങനെ നിത്യജീവൻ കിട്ടുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ അകത്തോട്ട് കയറി. എന്നാൽ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അകത്ത് കയറുന്ന പ്രവൃത്തിയില്ല. പാപി ശുദ്ധീകരിക്കപ്പെടാത്ത ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് കയറത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം ഭൂമിയിൽ വീണ സമയം തൊട്ടാണ് പാപികൾക്ക് ശുദ്ധീകരണം ഉണ്ടായത്. അവിടെ തൊട്ടാണ് ശരീരമാകുന്ന സഭയായിട്ട് പാപികളുടെ ശരീരത്തെ യേശുവിന്റെ രക്തത്തെ ശുദ്ധീകരിക്കപ്പെടുത്തി അതിനകത്തോട്ട് തന്റെ ആത്മാവിനെ വെച്ച പിതാവായ ദൈവത്തിന്റെ അല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം നമ്മൾ രുചിക്കുകയാണ്. ആമേൻ പറഞ്ഞാണ്. പ്രിയ ദൈവങ്ങൾ, ഒറ്റ കാര്യം പറയാം. നിങ്ങൾ ഈ വചനമാണ് അനുസരിക്കേണ്ടത്, ആചാരമല്ല അനുസരിക്കേണ്ടത്. സത്യം വചനമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയിലെ ആചാരങ്ങൾക്ക് പ്രാധാന്യമുള്ള നാട് ഇന്ത്യയാണ്, ഭാരതം. സ്തോത്രം. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ ഈ ഒരു ആചാരവും കാണത്തില്ല. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, കൈ കൊടുക്കും, പിരിയും. അല്ലേ? ബ്രിട്ടനിൽ പോയി, അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആചാരവും ഈ ഭക്ഷണപാനീയങ്ങളും ഒക്കെ എടുത്തു പോവോ? സ്തോത്രം. അവിടെ ഒന്നും വേണ്ട. അവിടെ ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് കൊടുത്തത് നോളജാണ്. എന്താണ് നോളജ്? അറിവാണ്, വചനമാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ എല്ലാ സഭകളും അവിടെ ഇങ്ങനെ പെന്തക്കോസ്റ്റെന്നോ പിന്നെ മറ്റു സഭകളെന്നോ ഒന്നുമില്ല, ഇതര സഭകളൊന്നുമില്ല. എല്ലാ സഭകളിലും ദൈവവചനത്തിനാണ് മുൻതൂക്കം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തന്നെ വലിയ വലിയ മഹാ ശുശ്രൂഷകന്മാർ
നമ്മുടെ രാജ്യത്തേക്കാൾ അധികമായ മഹാശുശ്രൂഷകന്മാർ ഹല്ലേലൂയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എഴുന്നേറ്റില്ലേ? സ്തോത്രം. എത്ര അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന അഭിഷിക്തന്മാർ വരെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എഴുന്നേറ്റു അല്ലേ? കാരണം എന്താ? അവരുടെ അകത്ത് വചനമാണ് അവരുടെ എന്ത് ചെയ്യുന്നത്? എല്ലാ ആചാരങ്ങളും വചനമാണ്. അമ്മേ പറഞ്ഞാട്ടെ, ഇവിടെ ദൈവവചനത്തെ ആരാണോ അനുസരിക്കുന്നത് അവന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്. അവൻ ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. നേരത്തെ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ബലഹീനത ഉള്ളതുപോലെ തന്നെ ആ സ്ത്രീക്ക് അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട് ദൈവം. ആ സ്ത്രീ ഭർത്താവിന് കീഴ്പ്പെടുമ്പോഴാണ് അതൊരു നല്ല കുടുംബമായി മാറുന്നത്. ഭർത്താവ് സ്ത്രീയെ സ്നേഹിക്കാനും കരുതാനാണ് ദൈവം പറഞ്ഞത്. അല്ലാതെ അവൾക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അടുത്ത ഇണയെ തേടി പോകാനല്ല ദൈവം പുരുഷനോട് പറഞ്ഞത്. അവിടെ നിന്നിട്ട് അവളെയും അവളുടെ കുഞ്ഞുങ്ങളെയും പോറ്റിക്കോണം. സ്തോത്രം. അതാണ് ഉത്തമ പുരുഷൻ. അങ്ങനെ ദൈവത്തിനും ദൈവം കൽപ്പിച്ച തന്റെ സഭയ്ക്കും കീഴടങ്ങുന്നവനാണ് ഉത്തമ പുരുഷൻ. അവൻ പറഞ്ഞാട്ടെ, അങ്ങനെയുള്ള പുരുഷനായിരുന്നു അബ്രഹാം. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, തന്റെ സ്നേഹിതൻ എന്ന് ദൈവം വെളിപ്പെടുത്തി. അത് നിമിത്തം അബ്രഹാമിന്റെ തലമുറകൾ ഇന്നും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? ആ കാലഘട്ടത്തിൽ ഇതുപോലെ സ്തോത്രം ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു മനുഷ്യനില്ലായിരുന്നു. സ്തോത്രം പറഞ്ഞാണ്. നമ്മൾ വിചാരിക്കും ഇന്നാണ് ഏറ്റവും കൂടുതൽ പാപം ഉണ്ടായിരുന്നത്. അല്ല, അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടുകളിൽ ഉള്ള പാപം ഇതിനേക്കാൾ ഭയങ്കരമായിരുന്നു. കാരണം അവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വിവേചനത്തിന്റെ കഴിവില്ലല്ലോ. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? സ്വന്തം അമ്മയെ പോലും ഭാര്യയൊക്കെ എടുക്കും, പട്ടിയും പൂച്ചയൊക്കെ. ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് പ്രാചീന മനുഷ്യർ. മനസ്സിലായില്ലേ? അത് ഏത് പാപമാണ് നമുക്കറിയാലോ, മഹാപാപമാണ്. സ്തോത്രം. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരു അബ്രഹാം തന്റെ തുണയെയും കാത്തിരുന്ന തലമുറയ്ക്കും വേണ്ടി ദൈവത്തെ സേവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശുദ്ധിയുടെ വഴിയിലേക്ക് അവൻ വന്നപ്പോൾ അവനെ ഇഷ്ടമായിരുന്നിട്ടും കൂടെ അവന്റെ ഹല്ലേലൂയ തോഴി, അവന്റെ ദാസിയായ ആഗാറിനെ, 2ാം ഭാര്യയായ ആഗാറിനെ ഒഴിവാക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ അതുപോലെ അത് ചെയ്യും. മോറിയ മലയിലേക്ക് തന്റെ മകനെ കൊടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്ത ഒരു അബ്രഹാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിന്റെ അനുസരണയാണ് അവനെ നല്ലൊരു വിശ്വാസിയാക്കിയത്. നീ ദൈവവചനത്തെ അനുസരിച്ച് തുടങ്ങിയ നീ നല്ല വിശ്വാസിയാണ്. പറഞ്ഞാട്ടെ, ദൈവവചനത്തെ അനുസരിച്ച് തുടങ്ങണം. സ്വതന്ത്രം ചെയ്താട്ടെ. അമ്മ പറഞ്ഞാട്ടെ. ഞാനിപ്പോൾ ഓൾറെഡി ഒരു മീറ്റിംഗ്, അത് കഴിഞ്ഞ് ഇപ്പോഴും ഇവിടുത്തെ മീറ്റിംഗ്, അത് കഴിഞ്ഞ് വീണ്ടും ഇന്നത്തെ ക്ലാസ് ഉണ്ട്. ആദ്യത്തെ ക്ലാസ് ഞാനാണ് കൊടുക്കുന്നത്. നമ്മുടെ ചർച്ചിലെ സൺഡേ സ്കൂളിന്റെ ക്ലാസ് കൊടുക്കണമെന്നുണ്ട്. ഇന്ന് അത് അനൗൺസ് ചെയ്തു പോയി. അതുകൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വേഗം ഇവിടുന്ന് പോകാനായിട്ടുണ്ട്. പക്ഷെ എന്നാലും തന്ന സമയം 8:30 വരെ ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കണം. അത് ഏത് ക്രിസ്ത്യാനി ആയാലും, ഏത് മുസ്ലിം ആയാലും, ഏത് ഹിന്ദു ആയാലും, ഏത് ദേശക്കാരനായാലും നീ ദൈവവചനം അനുസരിക്കാതെ നിനക്ക് നന്മ കിട്ടത്തില്ല. സ്തോത്രം. ഈ ദൈവവചനം എങ്ങനെയാണ് വന്നിരിക്കുന്നത് അറിയാമോ? ദൈവവചനം ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് ദൈവവചനം എങ്ങനെ വന്നിരിക്കുന്ന അറിയാമോ? അവരുടെ മനസ്സാക്ഷിക്കകത്താണ് വന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. അവർ ചെയ്യുന്ന പ്രവൃത്തിക്കകത്താണ് ദൈവവചനം വന്നിരിക്കുന്നത്. അതായത് കർമ്മം എന്ന് പറയുന്ന മേഖലയിലാണ് ജാതികൾക്ക് ദൈവവചനം വന്നിരിക്കുന്നത്. അവർ നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, തീയത് ചെയ്താൽ തീയത് ലഭിക്കും. ഇതാണ് ജാതികൾക്കുള്ള പ്രമാണം. എന്നാൽ വിശ്വാസികൾക്കുള്ള പ്രമാണം എഴുതപ്പെട്ട പ്രമാണമാണ്. സ്തോത്രം. അത് അനുസരിച്ചാൽ അനുഗ്രഹമാണ്, അനുസരിച്ചില്ലെങ്കിൽ ശാപമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസികളുടെ മേഖല. അപ്പം എല്ലാവർക്കും ന്യായവിധി ഉണ്ടല്ലോ. എല്ലാവർക്കും ഈ ദൈവത്തിന്റെ അടുത്തേക്ക് വന്നല്ലേ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഏക സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ ന്യായവിധിയുടെ സന്നിധിയില് ഇടത്തും വലത്തുമായി അനേക പുരുഷാരും അനേക സഹോദരിമാരും ഇരിക്കേണ്ടതായിട്ടുണ്ട്, നിൽക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ യേശു എന്ന സർവശക്തനെ ഭൂമിയിൽ ഏറ്റെടുത്തവർക്ക് പാപം മോചിച്ച് കിട്ടുകയും അവർക്ക് വലതുവശത്ത് ദൈവത്തിന്റെ കൃപയുള്ള വശത്ത് നിൽക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും, അതിപ്പോ നീ രക്ഷിക്കപ്പെട്ടവനായാലും രക്ഷിക്കപ്പെടാത്തവനായാലും, ദൈവത്തിന്റെ സന്നിധിയിൽ അവസാനം നീ എത്തിച്ചേരേണ്ട സമയമുണ്ട്. അതിന്റെ പേരാ ന്യായാസനം. അമ്മ പറഞ്ഞോട്ടെ, ന്യായാസനത്തിന് മുന്നിൽ വരേണ്ടതായിട്ട് വരും. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെയാണ് ദൈവം വിധിക്കുന്നതെന്ന് അറിയാമോ? അവൻ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കും.
അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. അവനെന്താ ചെയ്തത്? ഈ ആരൊക്കെ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയും? മണ്ണ് സാക്ഷ്യം പറയും, വെള്ളം സാക്ഷ്യം പറയും, അല്ലെങ്കിൽ അഗ്നി സാക്ഷ്യം പറയും, ഭൂമിയിലുള്ള കാര്യങ്ങൾ സാക്ഷ്യം പറയും. മനസ്സിലായില്ല? നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ട് വെള്ളം നമുക്ക് വേണ്ടി അവർ സാക്ഷ്യം പറയും, ഇവൻ സ്നാനപ്പെട്ടതാണ്. യേശുവിന്റെ രക്തം സാക്ഷ്യം പറയും, ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്. മനസ്സിലായോ? പിന്നെ വചനം സാക്ഷ്യം പറയും, ഇവൻ എന്റെ വചനം ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ ഭൂമിയിൽ നമ്മൾ സാക്ഷ്യം പറയും. സ്വർഗത്തിലെ കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ ആരെന്ന് നമ്മളല്ല പറയുന്നത്, നമ്മൾ ഉപയോഗിച്ച വചനങ്ങൾ പറയും, നമ്മളകത്ത് കയറിയ ആത്മാവ് പറയും. മനസ്സിലായി? നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം നോക്കി അവിടുന്ന് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഭൂമിയിൽ എത്രമാത്രം നമ്മൾ കെയർഫുള്ളായി ജീവിക്കണം, എത്രത്തോളം വിശുദ്ധി ജീവിച്ചാലാണ് ആ നിത്യസ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ഇതെല്ലാം വെറുതെ എഴുതി വെച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പൂർവികന്മാരൊക്കെ ഇതനുസരിച്ച് രക്ഷിക്കപ്പെട്ട എത്രയോ പൂർവികന്മാർ, അവര് മരണശേഷവും അവരുടെ ആത്മാവിൽ പല കാര്യങ്ങളും എഴുതപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നടന്നിട്ടില്ലേ? അവരുടെ മരണശേഷം, യോഹന്നാന്റെ മരണശേഷം യോഹന്നാൻ എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതേ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോയിട്ടില്ലേ? മോശ മരണപ്പെട്ട ശേഷം മോശയ്ക്ക് കിട്ടിയ വചനങ്ങൾ ഇന്നും ബൈബിളിനകത്തുണ്ട്, തോറക്കകത്തുണ്ട്, അല്ലേ? മോശയ്ക്ക് കിട്ടിയ ഖുറാന്റെ അകത്തും മോശയുടെ വചനമുണ്ട്, ഇല്ലേ? സ്തോത്രം, ഇല്ലേ? അബ്രഹാമിന്റെ 3 മതങ്ങൾ ഏതൊക്കെയാണ്? അബ്രഹാമിന്റെ 3 മതങ്ങളാണ്. സ്തോത്രം. ജൂതന്മാർ, പിന്നെ അറബികൾ, പിന്നെ ക്രിസ്ത്യാനികൾ, അല്ലെ? ഇത് 3 മതങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടത്? അബ്രഹാമിയ മതങ്ങളാണ്. എന്നാൽ യഥാർത്ഥത് ഇത് 3 അല്ല. ആദ്യമേ പറയാം, ഇത് 3 അല്ല യഥാർത്ഥത് പുതിയ നിയമ വിശ്വാസികളാണ്. യഥാർത്ഥമായും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാലേ അവൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് അബ്രഹാമിന്റെ മകനായിട്ട് രക്ഷിക്കപ്പെടും. അതിൽ യേശുവിനെ വിളിക്കാതെ നിങ്ങൾ ഈ വചനം മുഴുവനും കൽപ്പന സ്വീകരിച്ചാൽ, ശ്രദ്ധിക്കണം, ദൈവവചനം പറയുന്നത് പുത്രനെ ആദരിക്കാതെ, അല്ലെ, പുത്രനിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് പറഞ്ഞു. കാരണം പുത്രനിലൂടെയാണ് നമുക്ക് പാപം മോചിക്കുന്നത്. അവൻ പറഞ്ഞാട്ടെ, പുത്രനിലൂടെയാണ് നമുക്ക് ശുദ്ധീകരണം ലഭിക്കുന്നത്. ഈ പ്രോസസ്സ് നടക്കാതെ ഒരുത്തനും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വർഗവുമായിട്ട് കണക്ട് പറ്റത്തില്ല. മറ്റു വചനങ്ങളെ അനുസരിച്ച് അവൻ അതിന്റെ ഗുണമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പുത്രനിലൂടെ കടന്നു പോകണം. അവൻ പറഞ്ഞാട്ടെ, വെറുതെ ഒന്നും ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ അയക്കത്തില്ല. മനുഷ്യനല്ല യേശുക്രിസ്തു, മണ്ണല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു ജഡപ്രകാരം ആത്മാവിന്റെ ജഡമാണ്, ആത്മാവിന്റെ ശരീരമാണ് യേശുക്രിസ്തുവിന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മരിച്ചിട്ട് അടക്കപ്പെടാത്തത്. സ്തോത്രം പറഞ്ഞാട്ട്, മരിച്ചിട്ട് എത്ര കുഴിച്ചിട്ടാലും അത് പൊങ്ങി വരുന്നത് ആത്മമനുഷ്യനാണ്. സ്തോത്രം പറഞ്ഞാട്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ പറയും, അങ്ങനെ ഒരു ആത്മമനുഷ്യൻ നിങ്ങളെ സ്പർശിച്ചിട്ട് നിങ്ങളത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ സാക്ഷിയാണ്? സാത്താന്റെ സാക്ഷിയാണ്. നിങ്ങൾ ഇത് സ്പർശനം കിട്ടിയ വ്യക്തി നിങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പാപമോചനത്തിന് വേണ്ടി കൃപാസനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ പറയുന്നത്, നിങ്ങൾ നല്ലൊരു കുടുംബത്തിലെ അംഗമായി ചേരുക. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് അധികാരമാണ്. ഒരു ഭർത്താവില്ലാത്ത ഭാര്യ സമൂഹത്തിൽ എപ്പോഴും ദുഷിച്ച കണ്ണുകൊണ്ട് നോട്ടം അവളുടെ മേൽ വരും. എന്നാൽ ഭർത്താവോടുകൂടെ നിൽക്കുന്ന ഭാര്യയ്ക്ക് ആർക്കും നോക്കാൻ ധൈര്യമുണ്ടാകില്ല, പിശാചിനെ നോക്കാൻ ധൈര്യമുണ്ടാകത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ഒരു നടത്തിപ്പാണ് കുടുംബം. ആമേൻ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ നടത്തിപ്പാണ് ആ തുണയും ഭാര്യയും ഭർത്താവും. ദൈവത്തിന്റെ നടത്തിപ്പാണ് നിത്യജീവൻ. ദൈവത്തിന്റെ നടത്തിപ്പാണ് സഭ, കൂട്ടായ്മ. ദൈവങ്ങളെ, ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവർ. എന്തുകൊണ്ട് ഞങ്ങൾ ഒരു സന്യാസ ജീവിതം നയിക്കുന്നു? നിങ്ങൾ കരുതും ഞങ്ങൾക്ക് പണമില്ലാത്തതുകൊണ്ടാ, അല്ലെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ട്. ഒന്നുമല്ല, കർത്താവിന്റെ വേലക്ക് ഇറങ്ങി എല്ലാം കിട്ടുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. കർത്താവിന്റെ വേലക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടാത്ത സീറ്റ് നമുക്ക് കിട്ടും. ഫേമസ് ഒന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം, ദൈവവചനം പറയുന്നവനാണ് എന്നൊരൊറ്റ കാര്യം മതി. ദൈവത്തിന് നമുക്കവിടെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടപെടും. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ജാതികളുടെ ഇടയിൽ പോലും നമുക്ക് സ്വീകരണം ഉണ്ടാകും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ജാട കാണിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് തിരസ്കാരം വരും. എന്നാൽ നമ്മൾ വളരെ സൗമ്യതയോടെ നിങ്ങൾ സമീപിച്ചാൽ, യേശു അങ്ങനെയായിരുന്നു. സൗമ്യതയോടെ. യേശു തലക്കനൊന്നും വെച്ച് നടന്നില്ല. താനൊരു അഭിഷിക്തനാണ്,
താനൊരു ദൈവപുത്രനാണെന്നൊന്നും യേശു പറഞ്ഞേയില്ല. യേശു താഴ്മയോടൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനായിട്ട് യേശു കർത്താവ്. അവിടെ ഈ താഴ്മ ധരിക്കുന്നവർക്കേ സ്വർഗമുള്ളൂ. ആമേൻ പറഞ്ഞാട്ടെ. ഈ താഴ്മയിലാണ് സ്വർഗം പ്രസാദിക്കുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ കഴിവോ അറിവോ ഒന്നുമല്ല, സമ്പത്തോ ഒന്നുമല്ല ദൈവം നമ്മെ സ്വീകരിക്കാനുള്ള റീസൺ, ദൈവത്തിന്റെ കരത്തിനകത്ത് നീ വരാനുള്ള റീസൺ നിന്റെ താഴ്മയാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചില്ലേ പ്രിയ ദൈവങ്ങളെ. ഒരു മാനസാന്തരത്തിന് ഇനിയും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിന്നെ രക്ഷിതാവായി നിനക്ക് തന്ന യേശു ക്രിസ്തു തന്നെയാണ് നിന്റെ ഉടമസ്ഥൻ. ആ യേശു ക്രിസ്തു വരാൻ പറഞ്ഞ വഴിയിലൂടെ നീ വന്നാൽ നിനക്ക് ഇതുപോലുള്ള പ്രതികൂലത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല. അത് രോഗമായാലും മരണമായാലും ശാപമായാലും ഇതൊന്നും നീ അനുഭവിക്കേണ്ടതല്ല. ഇതെല്ലാം ആദത്തിന് കൊടുത്തത് നീ അനുഭവിക്കുകയാണെന്ന് മാത്രമാണ്. പിശാചാണ് ഇതിന്റെ പിറകിൽ. ഈ പിശാചിനെ നീ തിരിച്ചറിഞ്ഞില്ലാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ് നിനക്ക് യേശുവിനെ മനസ്സിലാകാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ പിശാചിനെ മനസ്സിലായ അവൻ അടുത്ത രക്ഷകനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. സ്തോത്രം. ഞാനൊക്കെ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. കാരണം ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണല്ലോ. അപ്പൊ അവിടെയൊന്നും രക്ഷകനില്ല, എവിടെയും രക്ഷകനില്ല. അവര് കർമ്മം ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് മാത്രമേ അവരുടെ രീതി. പക്ഷെ കർമ്മം ചെയ്താലും രക്ഷപ്പെടില്ലെന്ന് മനസ്സിലായപ്പോൾ ഒട്ടനവധി പൈശാചിക ശക്തികൾ നമുക്കെതിരെ വന്നു. ആ വിചാരത്തിന്റെ രൂപത്തിലും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇത് നമ്മളിങ്ങനെ ദ്രോഹിക്കുകയാണ് രോഗങ്ങളായിട്ടും. അപ്പൊ നമ്മൾ അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇത്ര പ്രതികൂലം, എന്തുകൊണ്ട് നമുക്ക് മാത്രം അടിക്കടി രോഗം, അടുത്ത വീട്ടിൽ അയൽക്കാരനില്ല, എനിക്ക് മാത്രം. ഇങ്ങനൊരു ചിന്ത ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഞാനും എൻ്റെ അമ്മ ഇങ്ങനെ നാട് നീളെ അന്വേഷിക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും വിടുതൽ കിട്ടുമോ. അങ്ങനെ പലവിധമായ ആൾക്കാർ. അപ്പൊ അന്നത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വഴിയിലല്ലേ നമ്മൾ പോകത്തുള്ളൂ. അങ്ങനെ ഒരു സങ്കല്പ വഴിയിലൂടെ നമ്മൾ പോയിട്ടൊന്നും അവിടെയൊന്നും ഉത്തരവില്ല. പക്ഷെ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചു ഇവർക്ക് ഞാൻ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവം എൻ്റെ വഴിയിൽ തന്നെ വന്നു നിന്നു. സ്തോത്രം. ആ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വചനം പഠിപ്പിക്കാൻ യോഗ്യനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു യോഗ്യതയും ഇല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ ഇതാണ്. നീ നിന്റെ കുടുംബത്തിൽ നിൽക്കുക, തുണയെ പരിപാലിക്കുക. അതുപോലെ തുണകൾ, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ദൈവമക്കൾ ഒരു സാക്ഷ്യമുള്ള കുടുംബമായിരിക്കണം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പിന്നെ അതുപോലെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുമ്പോൾ നിഷ്കളങ്കനായിട്ട് വരണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എങ്കിലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കുറെ കപടഭക്തിക്കാരുണ്ട്, അല്ലെങ്കിൽ സ്വത്രം പലവിധമായ ആചാരങ്ങളെല്ലാം ചെയ്ത് ആൾക്കാരെ മുന്നിൽ ഷൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ആത്മാവിന് ഒരു വിടുതലും കിട്ടുന്നില്ല. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി ഈ ദൈവശബ്ദം നീ കേൾക്കുമ്പോൾ വിഗ്രഹങ്ങളെ വിട്ടിട്ട് ഉയരത്തിലേക്ക് നോക്കി ആത്മാവാണ് നിന്റെ ദൈവമെന്നും മനുഷ്യനിർമ്മിതമായ വസ്തുക്കളിലും അല്ല, ആചാരങ്ങളിലും അല്ല, ദൈവവചനത്തിലാണ് ദൈവശക്തി ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിലെ തിരിച്ചറിവ് നിമിത്തം നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുകയും നിങ്ങൾ ദൈവത്തെ യഹോവയെ സേവിക്കുന്ന കുടുംബമായി തീരുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലുള്ള എളിയ സംസാരം ഞാനിവിടെ നിർത്തുകയാണ്. വീണ്ടും ദൈവം അനുവദിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാ ദൈവമക്കളും ഓൺലൈനിൽ ഈ വചനം കേട്ട വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഒരു രോഗാവസ്ഥയെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയായിരുന്നു. രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിന്റെ പ്രയാസമാണ്. ശ്വാസ തടസ്സമുള്ള ആരെങ്കിലും ഈ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം ഇപ്പോൾ മാറുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ നെഞ്ചിന്റെ പ്രയാസം, ആ ഭാരങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ക്രൂശിലെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ടെന്ന തിരുവചനത്തെ അയച്ചു പ്രാർത്ഥിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവവചനത്തിൽ വളരുന്ന ഒരു ദൈവമൈതലിനെ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്ക് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും കൂട്ടായ്മയും സഹവാസവും
ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചതും ഇപ്പോൾ ആരാധിച്ചതും ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് സംസാരിച്ചതുമായ എല്ലാ കാര്യങ്ങളോടുകൂടെ യേശു കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ജയമെന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.